ദൂരെ അവളൊരു പുൽമേട് കണ്ടു. അതിനു മുകളിലെത്തിയപ്പോൾ ദൂരെ ഒരു പൊട്ടുപോലെ ടാർ റോഡ് കണ്ടു. ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് അവൾ അങ്ങോട്ട് കുതിച്ചത്. മലയിറങ്ങിയപ്പോ കാലുകൾ വഴുതി. അതിവേഗം രുക്മിണി താഴോട്ട് ഉരുണ്ടു. അധികം വൈകാതെ അവൾ റോഡിലെത്തി. ചരക്കുകളുമായി ഒരു ലോറി വരുന്നുണ്ടായിരുന്നു. റോഡിന് നടുവിൽ നിന്ന് രുക്മിണി അലറി വിളിച്ചു, രക്ഷിക്കണേ. ലോറി നിന്നു. ഡ്രൈവർ താഴെ ഇറങ്ങി അവളുടെ അടുത്തെത്തി. കൂപ്പുകൈകളോടെ രുക്മിണി പറഞ്ഞു, ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ് ഞാൻ, സഹായിക്കണം. ഡ്രൈവർ പറഞ്ഞു, കേറിക്കോളൂ. ലോറിയിൽ എറണാകുളത്തെ ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിലേക്കുള്ള വില കൂടിയ കല്യാണ സാരികളായിരുന്നു. മാധവൻ തമ്പിയുടെ സെൽഫോണിലേക്ക് മിന്നൽ പിണർ പോലെയാണ് ആ വാർത്ത പുളഞ്ഞിറങ്ങി വന്നത്. ഡിസൂസയെ കൊന്ന് രുക്മിണി രക്ഷപ്പെട്ടു. കാട് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും അവളെ കണ്ടെത്താനായില്ല. വിവരമറിയിച്ച വരദരാജനോട് തമ്പി പൊട്ടിത്തെറിച്ചു. കാട്ടിൽ മാത്രം അവളെ തെരഞ്ഞിട്ട് കാര്യമില്ല, റോഡിന് സെർച്ച് ചെയ്യ്, ഒരു വാഹനവും ഒഴിവാക്കണ്ട, എല്ലാ ചെക്ക് പോസ്റ്റിലേക്കും നമ്മുടെ ആളുകളെ അയക്ക്. ലൈൻ കട്ട് ചെയ്തപ്പോൾ മറ്റൊരു വാർത്തയുമായി യൂസഫലി വന്നു. ശ്രീധരന്റെ കല്യാണം കഴിഞ്ഞു. സത്യന്റെ പെങ്ങള് അഞ്ജനയുമായിട്ട് അവരിപ്പോ അറക്കൽ തറവാട്ടിലുണ്ട്. അപ്പോൾ തമ്പിയുടെ കണ്ണുകൾ അഗ്നികുണ്ഡം പോലെ ആളി. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അയാൾ നീട്ടിമൂളി. രാത്രി ഉമ്മറത്ത് നിന്ന് എന്തോ തമാശ പറഞ്ഞു ചിരിക്കുകയായിരുന്നു ശ്രീധരനും ഊർമിളയും. വാതിൽക്കലെത്തി അഞ്ജന പറഞ്ഞു, വരൂ, ഊണ് കഴിക്കാം. ഊർമിള കുസൃതി ചിരിയോടെ ചോദിച്ചു, എന്നോടാണോ? അല്ലെന്ന അർത്ഥത്തിൽ അഞ്ജന തലയാട്ടി. പിന്നെ? അവൾ ശ്രീധരന്റെ നേരെ വിരൽ ചൂണ്ടി. ഇനി വെറുതെ കൈയും കലാശമൊന്നും കാട്ടിയാ പറ്റില്ല, ഏട്ടാന്ന് തന്നെ വിളിക്കണം. ശ്രീധരേട്ടാന്ന് വിളിക്കാൻ പാടാ, ശ്രീയേട്ടാന്ന് മതി അല്ലേ? അത് ശരിവെക്കുന്ന മട്ടിൽ ശ്രീധരനും ചിരിച്ചു. അടുക്കളയിലെത്തി അഞ്ജന പ്ലേറ്റിൽ വിളമ്പി വെച്ചിരുന്ന ചോറെടുത്ത് മേശപ്പുറത്ത് വെച്ചു. കൈ കഴുകി ഉണ്ണാനിരിക്കുമ്പോൾ ശ്രീധരൻ പറഞ്ഞു, വിശ്വസിക്കാൻ പറ്റണില്ല, ഇപ്പോഴും എല്ലാം ഒരു സ്വപ്നം പോലെയാ തോന്നണത്. നിനക്കോ അഞ്ജനെ? ചോറിൽ കറിയൊഴിച്ചു കൊടുത്തുകൊണ്ട് അഞ്ജന പറഞ്ഞു, ഞാനും ഇപ്പോഴൊരു സ്വപ്നം കാണുകയാണ്. എന്റെ ജീവിതത്തിൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നം. കഴിക്കൂ ശ്രീയേട്ടാ. ശ്രീയേട്ടൻ. സന്തോഷം കൊണ്ട് ശ്രീധരന്റെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ ചോറ് കുഴച്ച് ഒരു ഉരുള നീട്ടി. അഞ്ജനയുടെ മനസ്സ് മന്ത്രിച്ചു, ഇത് സ്വപ്നമല്ല, സത്യമാണ്. ഞാൻ വിളമ്പി തന്നത് സ്നേഹമല്ല, വിഷമാണ്. ഇനി പിടഞ്ഞു പിടഞ്ഞ് മരിക്ക്. പെട്ടെന്ന് പുറത്തൊരു കാർ വന്നു നിന്നു. ആരോ ഉറക്കെ വിളിച്ചു, ശ്രീധര. കയ്യിലെടുത്ത ഒരു ഉരുള പ്ലേറ്റിലേക്ക് തന്നെ ഇട്ട് ശ്രീധരൻ എഴുന്നേറ്റു. കൈ കഴുകി അയാൾ പുറത്തേക്ക് ചെന്നു. ശ്രീധരന് ആയുസ് നീട്ടിക്കൊടുത്തവനെ കൊല്ലാനുള്ള കലിയോടെയാണ് അഞ്ജന ഉമ്മറത്തേക്ക് നടന്നത്. കാറിന്റെ ബോണറ്റിൽ ചാരി നിന്നിരുന്ന അർജുനെ കണ്ട് ശ്രീധരൻ അത്ഭുതത്തോടെ ചോദിച്ചു, എന്താ സർ? വേഗം ഡ്രസ്സ് ചെയ്തിട്ട് വാ, ഇപ്പൊ തന്നെ നീ എന്റെ കൂടെ വരണം. മറുത്തൊരു അക്ഷരം പോലും പറയാതെ ശ്രീധരൻ അകത്തേക്ക് കടന്നു. പുറത്തേക്ക് വന്ന് ഈർഷ്യയോടെ ഊർമിള പറഞ്ഞു, ഈ രാത്രി ഏട്ടനെ കൊണ്ടുപോകരുത് സർ. അഞ്ജനയെ നോക്കി അർജുൻ പറഞ്ഞു, ഐ എം സോറി അഞ്ജനെ, അത്രയ്ക്കും അത്യാവശ്യമായിട്ടാ, എന്നോട് ദേഷ്യം തോന്നരുത്. ശ്രീധരൻ ഡ്രസ്സ് ചെയ്ത് പുറത്തു വന്നു. അർജുൻ കാറിന്റെ മുന്നിലെ ഡോർ തുറന്നു. ശ്രീധരൻ പറഞ്ഞു, വേഗം വരാഞ്ഞ്, വാതിലടിച്ച് കിടന്നോ രണ്ടുപേരും. കാർ കണ്ണിൽ നിന്ന് മറിഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ഊർമിള പറഞ്ഞു, ഇപ്പൊ കിടക്കപ്പുറത്ത് തരാത്തത് പോലീസുകാരാ. ഈ ഇടപാട് കൂടി നിർത്തിയാലേ ഏട്ട നന്നാവൂ. നാളെ തന്നെ പറയുന്നുണ്ട് ഞാൻ. ഊർമിള കാണാതെ പാത്രത്തിലുണ്ടായിരുന്ന വിഷം കലർത്തിയ ചോറെടുത്ത് അഞ്ജന മാറ്റി വെച്ചു. ഇവൾ ഉറങ്ങിയിട്ടെ പുറത്തു കൊണ്ട് കളയാൻ പറ്റൂ, ഉറങ്ങട്ടെ. ശ്രീധരനെയും കൊണ്ട് അർജുൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അവിടെ എത്തുന്നത് വരെ അയാൾ ഒരക്ഷരം പോലും ശബ്ദിച്ചില്ല. ശ്രീധരനും ഒന്നും ചോദിച്ചില്ല. കാർ നിർത്തി അർജുൻ പുറത്തിറങ്ങി. ICUയിലേക്കാണ് അയാൾ പോയത്. ശ്രീധരൻ പിന്തുടർന്നു. ഡോറിനടുത്ത് ഡ്യൂട്ടി ഡോക്ടർ രാജസേനൻ ഉണ്ടായിരുന്നു. അർജുൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? പഴയതുപോലെ തന്നെ, എന്നാലും പേടിക്കണ്ട, വൈകാതെ ബോധം വീഴും. അർജുൻ അകത്ത് കടന്നു. ആശങ്കയോടെയാണ് ശ്രീധരൻ പിന്നാലെ ചെന്നത്. അവിടെ ബെഡിൽ പ്രായമായ ഒരു സ്ത്രീ ചലനമറ്റ് കിടക്കുന്നത് അയാൾ കണ്ടു. മനസ്സൊന്ന് പിടഞ്ഞു. ഉള്ളിൽ എവിടെയോ ഒരു സ്നേഹനൊമ്പരം. സ്വപ്നം കാണുകയല്ലെന്ന് ഉറപ്പായപ്പോൾ അയാൾ ബെഡിനരികിലെത്തി. മെല്ലെ ശുഷ്കിച്ച കൈത്തണ്ടയിൽ ഒന്ന് തൊട്ടു. സർവ്വ നിയന്ത്രണവും വിട്ട് ശ്രീധരൻ ഉറക്കെ വിളിച്ചു, അമ്മേ. ആ വിളി കേട്ടതുപോലെ രുക്മിണി ഒന്ന് പിടഞ്ഞു. വിളറിയ ചുണ്ടുകൾക്കിടയിൽ ചെറിയൊരു ചിരി വിടർന്നു. അർജുൻ ശ്രീധരന്റെ അടുത്തെത്തി. സാന്ത്വനിപ്പിക്കുന്നത് പോലെ തോളിൽ മെല്ലെ തൊട്ടു. കൊച്ചു കുഞ്ഞിനെ പോലെ ശ്രീധരൻ വിങ്ങിക്കരഞ്ഞു. അർജുൻ പറഞ്ഞു, അബോധാവസ്ഥയിലും നിന്റെ ശബ്ദം കേട്ടപ്പോ പ്രതികരിച്ചത് കണ്ടില്ലേ? അതുപോലെ ഈ നിലവിളിയും അവരറിയും. കരയരുത്.
ശ്രീധരൻ കരച്ചിൽ നിർത്തി കണ്ണുകൾ തുടച്ചു. ഒട്ടും ഭയപ്പെടേണ്ട, ഒരാപത്തും സംഭവിക്കില്ല. തപസ് ചെയ്ത് കാത്തിരുന്നതല്ലേ, ജീവനോടെ തന്നെ കിട്ടിയില്ലേ. ഇത് നിനക്കുള്ള എന്റെ വിവാഹ സമ്മാനം. സ്നേഹത്തോടെ ശ്രീധരൻ അർജുന്റെ കയ്യിൽ അമർത്തി പിടിച്ചു. ലോറിക്കാരാണ് അമ്മയെ ഇവിടെ എത്തിച്ചത്. കൊണ്ടുവരുമ്പോ ബോധമുണ്ടായിരുന്നു. നിലവിളിച്ചോണ്ട് ലോറിയുടെ മുന്നിലേക്ക് ഓടിച്ചെന്നതാണത്രേ. യാത്രക്കിടയിൽ നിന്റെ പേര് പറഞ്ഞു പലവട്ടം. ശ്രീധരനെയും കൊണ്ട് അർജുൻ ICU യൂണിറ്റിൽ നിന്നും പുറത്തിറങ്ങി. കോറിഡോറിലെത്തിയപ്പോൾ അയാൾ പറഞ്ഞു, മാധവൻ തമ്പിയുടെ ഗോഡൌണിൽ വെച്ചാ ആദ്യമായി നീ രുക്മിണിയെ കണ്ടതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലോറിക്കാർക്ക് നിന്റെ അമ്മയെ കിട്ടിയത് സത്യമംഗലം കാട്ടിനടുത്ത് വെച്ചാ. അവിടെയായിരുന്നില്ലേ ഭൈരവന്റെ താവളം? ശ്രീധരൻ തലയാട്ടി. നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നതൊക്കെ രുക്മിണിക്ക് അറിയാം. ശ്രീധര, അവരുണരട്ടെ. പിന്നെ ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ കൂച്ചുവിലങ്ങിട്ട് തമ്പിയെ തളച്ചോളാം ഞാൻ. ശ്രീധരൻ ആശങ്കയോടെ ചോദിച്ചു. അമ്മ ഇവിടെ ഉണ്ടെന്ന് തമ്പി അറിഞ്ഞ കുഴപ്പമാവില്ലേ സർ? ഇമകൾ പോലും ചിമ്മാതെ ഇനി നീ ഇവിടെ കാവലുണ്ടാവില്ലേ? സഹായിക്കാൻ നൈറ്റ് സ്ക്വാഡിലെ ചുണക്കുട്ടന്മാരെത്തും. ഇനി നമ്മളറിയാതെ ഒരു ഈച്ച പോലും ഈ കോമ്പൗണ്ടിനുള്ളിൽ കടക്കാൻ പാടില്ല ശ്രീധര. ശ്രീധരന്റെ നനഞ്ഞ കണ്ണുകൾക്ക് പൊടുന്നനെ തീ പിടിച്ചു. അയാൾ പറഞ്ഞു, എന്റെ അമ്മയെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ആരിങ്ങോട്ട് വന്നാലും അതവന്റെ അവസാനത്തെ വരവായിരിക്കും. ആ രാത്രി രുക്മിണിക്ക് ബോധം വീഴുമെന്നും നടന്നതെല്ലാം അവൾ തുറന്നു പറയുമെന്ന് കരുതി ഒരുപോലെ കണ്ണടയ്ക്കാതെ രണ്ടുപേരും കാത്തിരുന്നു. പിറ്റേന്ന് ഉച്ചയായിട്ടും അതുണ്ടായില്ല. അർജുൻ ഡോക്ടർ രാജസേനനെ കണ്ടു. രാജസേനൻ പറഞ്ഞു, ഒരുപാട് നേരം ഓടി തളർന്നു കാണും. വെള്ളം പോലും കഴിച്ചിട്ടുണ്ടാവില്ല. അതാ ഇപ്പോഴും മയക്കം തെളിയാത്തത്. പരിഭ്രമിക്കൊന്നും വേണ്ട. ക്രിട്ടിക്കൽ സ്റ്റേജിലൊന്നുമല്ല. രുക്മിണി സ്വയം ഉണർന്നോട്ടെ, അതാ നല്ലത്. അന്ന് രാത്രി ഫ്ലവർ ഹൗസിൽ ഗോവിന്ദ പണിക്കരുടെ സെൽഫോൺ ശബ്ദിച്ചു. ലൈനിൽ തമ്പിയായിരുന്നു. വേവലാതിയോടെ പണിക്കർ പറഞ്ഞു, ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഭൈരവനെ റോയിച്ചും കണ്ടുപിടിച്ചേനെ. ഈശ്വരൻ കാത്തു. ഹൈ BP ഉള്ള ആളാ ഞാൻ. ഇനി അതുപോലെ എന്തെങ്കിലും സംഭവിച്ച അറ്റാക്ക് വന്ന് ചത്തുപോകുമടോ. ഇനി ഒരുപാട് ദിവസമൊന്നും തന്നെ ബുദ്ധിമുട്ടിക്കില്ലടോ. വേണ്ടതുടനെ ചെയ്യാൻ ഞാൻ. ഇപ്പോ താൻ ഫോൺ അയാൾക്ക് കൊടുക്ക്. പണിക്കർ ഫോണുമായി പ്രൈവറ്റ് റൂമിലേക്ക് പോയി. ഫോൺ വാങ്ങി ഭൈരവൻ അമർത്തി മൂളി. തീർച്ചയോടെ തമ്പി പറഞ്ഞു, ഇത് കാടല്ല, നാടാ. പലരെയും പേടിക്കണം. താമസിക്കുന്നത് നെല്ലിയും വിലയുള്ള ഒരു മന്ത്രിയുടെ ബംഗ്ലാവിലാണെന്ന് എപ്പോഴും ഓർമ്മ വേണം. ചെറിയൊരു കയ്യബദ്ധം മതി, പണിക്കൊരു നക്ഷത്രം എണ്ണും. സൂക്ഷിക്കണം. അപ്പോഴും ഭൈരവൻ മൂളി. അതിരിക്കട്ടെ, രുക്മിണിയെ ആരെ ഏൽപ്പിച്ചിട്ടാ നീ ഇങ്ങോട്ട് പോന്നത്? വരദരാജനെയും ഡിസൂസിയെയും മിടുക്കന്മാരാ, ഒരു കുഴപ്പവും വരില്ല. തമ്പി പരിഹസിച്ച് ചിരിച്ചു. എന്നാ കേട്ടോ, അതിലൊരു മിടുക്കൻ തല തകർന്ന് ചത്തു. നിന്റെ ഡിസൂസ തന്നെ. അവള് തള്ളിയിട്ടതാ. ഭൈരവൻ ഗർജിച്ചു. അപ്പൊ രുക്മിണി? അവള് രക്ഷപ്പെട്ടു. തിരിച്ചു ചെന്ന കഴിവേറ്റനുണ്ട് ഞാൻ എല്ലാത്തിനെയും. തമ്പിയുടെ ശബ്ദം കനത്തു. എന്റെ ആളുകള് നാടരിച്ച് തിരയണുണ്ട് അവളെ. കിട്ടിയില്ലെങ്കിൽ നീ സമാധാനം പറയണം. വിലമതിക്കാനാവാത്ത സ്വത്താ നീ നഷ്ടപ്പെടുത്തിയത്. ക്ഷമിക്കാൻ പറയരുത് ഭൈരവ. ലൈൻ കട്ടായി. ഫോൺ പണിക്കർക്ക് കൊടുക്കുമ്പോൾ ഭൈരവന്റെ കണ്ണുകളിൽ തീ ആളുന്നുണ്ടായിരുന്നു. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അയാൾ അലറി വിളിച്ചു, കൈ കിട്ടിയ കഴിവറുടെ മോളെ ജീവനോടെ തൊലിയൊരിക്കും ഞാൻ. ഭൈരവൻ അകത്ത് കടന്നു. പണിക്കർ വാതിലടച്ചു. മുറി പൂട്ടാൻ ഒരുങ്ങുമ്പോൾ ഓർക്കാപ്പുറത്ത് കാളിമ്പൽ ശബ്ദിച്ചു. പണിക്കരുടെ കയ്യിൽ നിന്നും താക്കോൽ കൂട്ടം താഴെ വീണു. പേടിയോടെ അയാൾ മുൻവശത്തെ വാതിലിന് നേരെ നോക്കി. 2 വട്ടം കൂടി ബെൽ ശബ്ദിച്ചപ്പോൾ പണിക്കർ ആദിയോടെ അങ്ങോട്ട് നടന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് ബോൾട്ട് നീക്കി വാതിൽ തുറന്നു. പുറത്തു നിന്നിരുന്ന ഗൺമാൻ റോയിച്ചനായിരുന്നു. പണിക്കർ ടവലെടുത്ത് മുഖത്തെ വിയർപ്പ് തുടച്ചു. എന്താടോ ഈ രാത്രിയില്? 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്ന പോരായിരുന്നോ? മറുപടി ഒന്നും പറയാതെ റോയിച്ചൻ അകത്തേക്ക് പാളി നോക്കി. എന്താടോ ചോദിച്ചത് കേട്ടില്ലേ? പതിഞ്ഞ ശബ്ദത്തിൽ റോയിച്ചൻ ചോദിച്ചു. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ സർ? അയാളെ അകത്തേക്ക് വിടാതെ വാതിൽ നിറഞ്ഞു നിന്നുകൊണ്ട് പണിക്കർ പറഞ്ഞു. ഇല്ലല്ലോ. പക്ഷേ ആരോ ഉറക്ക വർത്തമാനം പറയുന്നത് കേട്ടല്ലോ. നിന്റെ ചെവിക്ക് എന്തെങ്കിലും തകരാറുണ്ടാവും. ഇവിടെ ഞാനല്ലാതെ മറ്റാരുമില്ല. റോയിച്ചൻ പണിക്കരുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ ഒളിഞ്ഞു കിടന്നിരുന്ന നടുക്കം അയാൾ ശ്രദ്ധിച്ചു. സത്യം പറയൂ സർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, നിനക്ക് വെറുതെ തോന്നണതാ. ഒരു കുഴപ്പമില്ല. ഇപ്പൊ നീ പൊയ്ക്കോ. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാ മതി. തന്നെ പണിക്കർ സമർത്ഥമായി ഒഴിവാക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ റോയിച്ചൻ പറഞ്ഞു. ഐ ആം സോറി സർ. ഇവിടെ ആരോ ഉണ്ടോ? ഒരു പക്ഷേ സാർ അറിയാതെ കയറിയതാവും. ഞാനൊന്ന് നോക്കട്ടെ. പണിക്കരെ തള്ളി മാറ്റി റോയിച്ചൻ അകത്ത് കടന്നു. പണിക്കർ ഗർജിച്ചു. ഇവിടെ ആരുമില്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ. കടക്കട പുറത്ത്. ഇനി എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. സാറിന് എന്തെങ്കിലും പറ്റിയാ
CM-ന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും ഞാൻ. തടയല്ലേ സർ, ഞാൻ എല്ലായിടത്തും ഒന്ന് സെർച്ച് ചെയ്തോട്ടെ. റോയിച്ചൻ സ്റ്റോർ റൂമിൽ വന്ന് റൈഫിൾ എടുത്തു. പിന്നാലെ ചെന്ന് പണിക്കർ പറഞ്ഞു, പറഞ്ഞതനുസരിക്ക് റോയിച്ച, നീ സംശയിക്കുന്നത് പോലെ ഇവിടെ ആരുമില്ല. അത് ശ്രദ്ധിക്കാതെ റോയിച്ചൻ പ്രൈവറ്റ് റൂമിന് നേരെ ചെന്നു. പണിക്കരുടെ ശബ്ദമുയർന്നു, അത് തുറക്കരുത്. വൈകിപ്പോയിരുന്നു. റോയിച്ചൻ വാതിൽ തുറന്ന് അകത്തു കടന്നു. പേടിയോടെ പണിക്കരെ വിളിച്ചു, റോയിച്ച. പെട്ടെന്ന് മുറിയുടെ വാതിലടച്ചു. മുഖം പൊത്തിക്കൊണ്ട് പണിക്കർ ബെഡ്റൂമിലേക്ക് ഓടി. തളർന്നയാൾ കിടക്കയിലേക്ക് വീണു. 15 മിനിറ്റ് കഴിഞ്ഞിട്ടും മുറിയിൽ നിന്ന് ഒരനക്കവും കേട്ടില്ല. റോയിച്ചനും തിരിച്ചു വന്നില്ല. ഉത്കണ്ഠയോടെ പണിക്കർ പിന്നെയും ഏറെ നേരം കാത്തു. ഒടുവിൽ ധൈര്യം സംഭരിച്ച് അയാൾ അങ്ങോട്ട് ചെന്നു. വിറയ്ക്കുന്ന കൈകൊണ്ട് മെല്ലെ വാതിൽ തുറന്നു. നടുക്കുന്ന ഒരു കാഴ്ചയാണ് അയാൾ അവിടെ കണ്ടത്. ഫ്ലോറിൽ കണ്ണുകൾ തുറച്ച് ചലനമറ്റു കിടക്കുന്ന റോയിച്ചൻ. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ ഭൈരവൻ പറഞ്ഞു, ഒരിക്കൽ വെറുതെ വിട്ടതാ ഞാനിവനെ. പിന്നെയും വന്നത് ചാവാനല്ലേ, അതുകൊണ്ടാ കൊന്നത്. കണ്ണുകളിൽ ഇരുട്ട് കയറിയപ്പോൾ പണിക്കർ വിവശനായി ചുവരിലേക്ക് ചാഞ്ഞു. വായു പൊത്തിപ്പിടിച്ചോണ്ടാ കഴുത്ത് ഞെരിച്ചത്. അതുകൊണ്ട് ചത്തുപോയ കാര്യം ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. നിലവിളി തൊണ്ടയിൽ തടഞ്ഞു നിന്നതുകൊണ്ട് പണിക്കർക്ക് ഒരക്ഷരം പോലും മിണ്ടാനായില്ല. കൂസലില്ലാതെ ഭൈരവൻ പറഞ്ഞു, ഇവനെ കൊത്തിയെറിഞ്ഞ് ചാക്കിൽ കെട്ടിത്തരാൻ ഞാൻ. ലഗേജ് പോലെ ഡിക്കിയിലിടാം. പിന്നെ കൊണ്ടുകളയാൻ എന്താ പ്രയാസം? മൂർച്ചയുള്ളൊരു കത്തി എടുത്തതാ പണിക്കരെ. വെട്ടിയിട്ട വാഴത്തട പോലെ പണിക്കർ ഫ്ലോറിലേക്ക് വീണു. അപ്പോൾ അറക്കൽ തറവാട്ടിൽ നിന്നും തെല്ലു ദൂരെയായി ഒരു ജീപ്പ് വന്നു നിന്നു. ഹെഡ്ലൈറ്റുകൾ അണഞ്ഞു. ജീപ്പിൽ നിന്ന് യൂസഫ് അലിയും 4-5 ഗുണ്ടകളും ഇറങ്ങി. പിന്നിൽ നിന്ന് അവർ പെട്രോൾ നിറച്ച വലിയ ടിന്നുകൾ പുറത്തെടുത്തു. അടക്കിയ സ്വരത്തിൽ യൂസഫ് അലി പറഞ്ഞു, ആർക്കും ഒരു സംശയവും തോന്നരുത്. കാലടി ഒച്ച പോലും കേൾക്കരുത്. 3-നെയും തീയിലിട്ട് പൊരിച്ചിട്ടേ തിരിച്ചു വരാവൂ. ഇനി ഒരു പിഴവുണ്ടായാൽ നമ്മൾ ആരും ജീവനോടെ ബാക്കിയുണ്ടാവില്ല. അറിയാലോ തമ്പി മുതലാളിയെ. ഗുണ്ടകൾ പെട്രോൾ നിറച്ച ടിന്നുകളുമായി ഊർമിളയുടെ വീട്ടിലേക്ക് നീങ്ങി. കട്ട പിടിച്ച ഇരുട്ടായിരുന്നു ചുറ്റും. വീടിനുള്ളിൽ നിന്ന് ഒരനക്കം പോലും കേട്ടില്ല. ഗുണ്ടകളിൽ ഒരാൾ ടിന്നു തുറന്ന് കയ്യിലിരുന്ന പന്തം പെട്രോളിൽ കുതിർത്തു. മറ്റൊരാൾ പെട്രോൾ വീടിന് നേരെ വീശി ഒഴിച്ചു. ടിന്നുകൾ കാലിയായപ്പോൾ പന്തം പിടിച്ചിരുന്നയാൾ ലൈറ്റർ എടുത്ത് അതിൽ തീ കൊളുത്തി. പിന്നെ വൈകിയില്ല. പന്തം അയാൾ ജനലിൽ ചേർത്ത് വെച്ചു. വീട് നക്കി തുടയ്ക്കാനുള്ള ആവേശത്തോടെ തീ ആളി പടർന്നു. അതുകൊണ്ട് യൂസഫ് അലി പൈശാചികമായി ചിരിച്ചു. ഇത് അഞ്ജനയുടെയും ശ്രീധരന്റെയും അവസാനത്തെ രാത്രി. തീ കഴുകോളുകളിലേക്ക് പടർന്നു. ജീപ്പ് കുതിച്ചു പാഞ്ഞു. അഞ്ജനയാണ് ആദ്യം ഉണർന്നത്. തലയ്ക്ക് മുകളിൽ ഒരു അഗ്നിപർവ്വതം ആളുന്നതറിയാതെ അപ്പോഴും ഉറങ്ങുകയായിരുന്നു ഊർമിള. അസഹ്യമായ ചൂടുകൊണ്ട് ഉരുകുകയാണെന്നറിഞ്ഞപ്പോൾ അഞ്ജന വാതിൽ തുറന്ന് പുറത്തു കടന്നു. ഉമ്മറത്തെത്തിയപ്പോൾ അവൾ വിറച്ചുപോയി. മുന്നിൽ വഴിമറിച്ചുകൊണ്ട് ആളിപ്പടരുന്ന തീജ്വാലകൾ. അഞ്ജന ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ഊർമിളയുടെ മുറിയുടെ നേരെ ഓടി. വാതിലിൽ ഇരു കൈകളും ചേർത്ത് ആഞ്ഞടിച്ചുകൊണ്ട് അവൾ അലറി വിളിച്ചു, ഊർമിളെ, കതക് തുറക്ക് ഊർമിളെ, വീടിന് തീ പിടിച്ചു. അലർച്ച കേട്ട് ഊർമിള ഉണർന്നു. തിടുക്കത്തിൽ വാതിൽ തുറന്ന് അവൾ പുറത്തു വന്നു. എന്താ ചേച്ചി? മറുപടി പറയാൻ നിൽക്കാതെ അഞ്ജന ഊർമിളയെ വലിച്ചഴിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. മുറ്റത്തെത്തിയപ്പോഴാണ് ഊർമിള അഗ്നിയുടെ താണ്ഡവം ശരിക്കും കണ്ടത്. ഉണരാൻ അഞ്ജന ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ രണ്ടുപേരും കത്തിക്കരിഞ്ഞു പോകുമായിരുന്നു. ഊർമിളയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തേങ്ങിക്കരഞ്ഞുകൊണ്ട് അവൾ അഞ്ജനയെ കെട്ടിപ്പിടിച്ചു. ഊർമിളയുടെ വീടിന് തീ പിടിച്ച വിവരം നാട്ടുകാരറിഞ്ഞു. ആദ്യം എത്തിയത് ബ്രോക്കർ അരവിന്ദാക്ഷനാണ്. പിന്നാലെ പഞ്ചായത്ത് പ്രസിഡന്റ് കുഞ്ചുണ്ണി നായർ വന്നു. ഒപ്പം അച്യുതൻകുട്ടി, കാര്യസ്ഥൻ രാമൻ നായർ, മീൻകാരൻ വാസു, അങ്ങനെ പലരും. കുഞ്ചുണ്ണി നായർ ഫയർഫോഴ്സിനും പോലീസിനും ഫോൺ ചെയ്തു. CI രഘുവും സംഘവും എത്തിയ ജീപ്പിന് പിന്നാലെ തന്നെ ഫയർഫോഴ്സും ഉണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും സത്യൻ വേവലാതിയോടെ അഞ്ജനയുടെ അടുത്തെത്തി. അപ്പോഴും അഞ്ജനയെ കെട്ടിപ്പിടിച്ച് നിലവിളിക്കുകയായിരുന്നു ഊർമിള. അവളെ ശ്രദ്ധിക്കാതെ പേടിയോടെ അയാൾ അഞ്ജനയോട് ചോദിച്ചു, ശ്രീധരൻ എവിടെ? മറുപടി പറഞ്ഞത് ഊർമിളയാണ്. ഇന്നലെ പോയതാ അർജുൻ സാറിന്റെ കൂടെ, ഇനിയും വന്നിട്ടില്ല. സത്യന് സമാധാനമായി. കല്യാണം കഴിഞ്ഞ് 2 ദിവസമായിട്ടും പറഞ്ഞതുപോലെ അഞ്ജന ചെയ്തിട്ടില്ല. ഇവളുടെ മനസ്സ് മാറിയോ? എങ്കിൽ എത്ര നന്നായിരുന്നു. അയാൾ CI രഘുവിന്റെ അടുത്തെത്തി. അഞ്ജനയും ഊർമിളയും ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ സർ? രഘു മൂളി. തീ അണയ്ക്കാൻ ഫയർഫോഴ്സിന് ഏറെ പണിപ്പെടേണ്ടി വന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ കരി പിടിച്ച ചുവരുകളും കത്തി തീർന്ന കഴുക്കോലുകളും മാത്രമാണ് അവിടെ അവശേഷിച്ചത്. വീടിന് തീ പിടിച്ച വിവരം SP അർജുനാണ് ശ്രീധരൻ അറിയിച്ചത്. അഞ്ജനയും ഊർമിളയും അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് സമാധാനമായി. പിന്നിൽ തമ്പി തന്നെയാവുമെന്ന് ഉറപ്പായിരുന്നു ശ്രീധരന്. അയാൾ പറഞ്ഞു, തമ്പിയുടെ ചങ്കിൽ ഒരു കത്തി തുളച്ചു കയറ്റിയിട്ട് ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു തരാൻ ഞാൻ. അതോടെ തലവേദന തീരുവല്ലോ, ഈ നാട് നന്നാവും. അർജുൻ ചിരിച്ചു. പിന്നെ എന്താ ഉണ്ടാവണമെന്ന് കൂടി പറഞ്ഞതാ, കേക്കട്ടെ ഞാൻ. കോടതി എന്നെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമായിരിക്കും.
സാരമില്ല. നീ താലി കെട്ടിയ ഒരു പെണ്ണുണ്ടല്ലോ കൂടെ, അവളെ പിന്നെ ആര് നോക്കും? ശ്രീധരൻ നിശബ്ദനായി. അയാളെ സമാധാനിപ്പിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു, നീ ഇപ്പൊ വേണ്ടാത്തതൊന്നും ആലോചിച്ച് തലമുണ്ടാക്കണ്ട. വേഗം വീട്ടിലേക്ക് ചെല്ല്. സത്യം കൂടെ ഉണ്ടെങ്കിലും നിന്നെ കാണുമ്പോ അഞ്ജനയ്ക്കും ഊർമിളയ്ക്കും സമാധാനമാവും. തമ്പിയെ ചുട്ടുകൊല്ലാനുള്ള കലിയുണ്ടായിട്ടും അത് പുറത്തു കാട്ടാതെയാണ് ശ്രീധരൻ അഞ്ജനയുടെ അടുത്തെത്തിയത്. അയാളെ കണ്ടപ്പോൾ ദേഷ്യത്തോടെ ഊർമിള പുറത്തേക്ക് വന്നു. എന്തിനാ എപ്പോഴും ഇങ്ങോട്ട് വന്നത്? ചത്തോന്നറിയാനാ? ശ്രീധരൻ പറഞ്ഞു. ദേഷ്യപ്പെടേണ്ട പെണ്ണെ, ഒരു അത്യാവശ്യ കാര്യത്തിന് പോയതല്ലേ ഞാൻ. ഊർമിള ചോദിച്ചു. ഇന്നലെ കല്യാണം നടന്ന ഒരു പെണ്ണുണ്ട് ഈ വീട്ടില്. അതിലും വലിയ കാര്യം ഏതായിട്ടന്? രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ശ്രീധരൻ പറഞ്ഞു. എന്റെ അമ്മയുണ്ട് ഊർമിള ഇവിടെ, ഗവൺമെന്റ് ആശുപത്രിയില് അബോധാവസ്ഥയിലാ. അവിടെ കാവലിരിക്കുക ഞാൻ. അറിയാമോ നിങ്ങൾക്ക്? പിന്നെ ഊർമിള മിണ്ടിയില്ല. അടുത്തു നിന്നിരുന്ന യൂസഫ് അലി മിണ്ടിയില്ല. സെൽഫോൺ എടുത്ത് തമ്പി ഹരിപ്രസാദിനെ വിളിച്ചു. ഉളിയന്നൂരിലെ ഒരു വീടിന് തീ പിടിച്ച കാര്യം നീ അറിഞ്ഞില്ലേ പ്രസാദേ? അറിഞ്ഞു. കെട്ടിയ പെണ്ണിനെ തനിച്ചു വിട്ടിട്ട് ശ്രീധരൻ എങ്ങോട്ടാടാ പോയത്? അന്വേഷിച്ചു, അറിയാൻ പറ്റിയില്ല. പിന്നെ പോലീസാന്നും പറഞ്ഞോണ്ട് എന്തിനാടോ തുപ്പിയും തലയിൽ ചുമന്ന് നടക്കണത്? ഹരിപ്രസാദ് മിണ്ടിയില്ല. അർജുനും ശ്രീധരനും എവിടെയാ ഉള്ളതെന്ന് പെട്ടെന്ന് കണ്ടെത്തണം. എന്നിട്ട് ഇങ്ങോട്ട് വിളിക്ക്. ലൈൻ ഡിസ്കണക്ട് ചെയ്ത ഉടനെ ഫോൺ ശബ്ദിച്ചു. ലൈനിൽ ഗോവിന്ദ പണിക്കരായിരുന്നു. തമ്പി ചോദിച്ചു, എന്താ പണിക്കരെ? പണിക്കർ നിലവിളിച്ചു. ആകെ കുഴപ്പായി. ഭൈരവൻ എന്റെ റോയിച്ചിനെ കൊന്നുകളഞ്ഞിടൂ. തമ്പി സ്തബ്ധനായി. അത് പറയാൻ ഒരുപാട് നേരമായിട്ട് തന്നെ ട്രൈ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. എന്താ ഞാൻ ചെയ്യേണ്ടേ? ഗേറ്റിൽ നിൽക്കുന്ന പോലീസുകാർ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ അപ്പോഴെന്റെ കഥ കഴിയും. ആരും അറിയാണ്ട് ശവം എവിടെ കൊണ്ടുപോയി കളയാനാ? തമ്പി പറഞ്ഞു. ഞാൻ കാർ അയക്കാം, ഡേവിഡ് വരും. അതുവരെ ശവം ആരും അറിയാണ്ട് കാത്തു വെക്കണം. ആ കാറില് ഭൈരവനെ കൂടി കയറ്റി വിടട്ടെ, അല്ലെങ്കിൽ ഇനി ഇവിടെ ഒരുപാട് ശവങ്ങൾ വീഴും തമ്പി. അതിന് മറുപടി പറയാൻ നിൽക്കാതെ തമ്പി സംസാരം അവസാനിപ്പിച്ചു. അപ്പൊ തന്നെ ഡേവിഡ് കാറുമായി തിരുവനന്തപുരത്തേക്ക് പോയി. പുലരാറായപ്പോഴാണ് അയാൾ ഫ്ലവർ ഹൗസിലെത്തിയത്. ചാക്കുകെട്ട് കാറിൽ കയറ്റുമ്പോൾ പണിക്കർ പറഞ്ഞു, ദൂരെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോ. സുരക്ഷിതമാണെന്ന് പൂർണ്ണ ബോധ്യമുള്ള സ്ഥലത്തെ ഉപേക്ഷിക്കാവൂ. ശവം കിട്ടിയില്ലെങ്കിൽ റോയിച്ച ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞ എല്ലാവരും വിശ്വസിക്കും. ആർക്കും പിടികൊടുക്കല്ലേ ഡേവിഡെ. ഡേവിഡ് ചിരിച്ചു. റോയിച്ചന് നിത്യമായി ഉറങ്ങാൻ പറ്റിയ സ്ഥലം ഗോശ്രീ പാലത്തിനടുത്ത് ചേർന്നുള്ള ചതുപ്പാണ് സർ. ശവം അതിനുള്ളിൽ കിടന്ന് അഴുകിക്കോളും. കുറെ കാലം കഴിഞ്ഞ് എല്ലും പല്ലുമൊക്കെ കിട്ടുമ്പോ അത് റോയിച്ചിന്റേതാണെന്ന് ആരറിയാൻ പോണു. സാറ് ധൈര്യമായിട്ട് പോയി ഉറങ്ങിക്കോ. നേരം പുലർന്നു. അപ്പോഴും SP അർജുനെ തേടി നെട്ടോട്ടം ഓടുകയായിരുന്നു ഹരിപ്രസാദ്. എങ്ങും കണ്ടില്ല. ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല. അയാൾക്ക് അത്ഭുതമായി ഈ സിറ്റിയിലുണ്ടെങ്കിൽ അർജുൻ എന്തിനാണ് ആരും അറിയാണ്ട് മറഞ്ഞിരിക്കുന്നത്? കാർ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് മുന്നിലെത്തിയപ്പോൾ അകത്തുനിന്ന് ഒരു ജീപ്പ് പുറത്തേക്ക് വരുന്നത് ഹരിപ്രസാദ് കണ്ടു. ഡ്രൈവിംഗ് സീറ്റിലുള്ളത് രഘുവാണെന്ന് മനസ്സിലായപ്പോൾ അറിയാതെ അയാളുടെ കാൽ ബ്രേക്കിൽ അമർന്നു. കാർ റോഡിന്റെ അരികിലായി നിന്നു. രഘുവിന് ആശുപത്രിയിൽ എന്താണ് പണിയെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഹരിപ്രസാദ് കാറിൽ നിന്നും പുറത്തിറങ്ങിയത്. തേടിയ വള്ളി കാലിൽ ചുറ്റിയതുപോലെ ICUവിന് മുന്നിൽ അർജുനെയും ശ്രീധരനെയും അയാൾ കണ്ടു. അവർ എന്തോ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണെന്ന് മനസ്സിലായപ്പോൾ അയാൾ പിന്നോട്ടൊഴിഞ്ഞു മാറി. ശ്രീധരനും അർജുനും താഴെ എത്തിയിരുന്നു. ഹരിപ്രസാദ് തിടുക്കത്തിൽ ICUവിന് മുന്നിലെത്തി. ഗ്ലാസ് ഡോർ തുറക്കാനാഞ്ഞപ്പോൾ പിന്നിലൊരു ശബ്ദം കേട്ടു. ആ സ്ത്രീ ഇപ്പോഴും അൺകോൺഷ്യസ് ആണ് സർ. പിന്നിലുണ്ടായിരുന്നത് ഡ്യൂട്ടി ഡോക്ടർ രാജസേനായിരുന്നു. മഫ്തിയിലായിട്ടും അയാൾ തിരിച്ചറിഞ്ഞപ്പോൾ ഹരിപ്രസാദിന് ആശ്വാസമായി. അറിയാം, എന്നാലും ഒന്ന് കണ്ടോട്ടെ. അയാൾ അകത്തു കടന്നു. ബെഡിലേക്ക് ഒരു വട്ടമേ നോക്കിയുള്ളൂ. തമ്പിക്കെതിരെ അർജുൻ കാത്തു വെച്ചിട്ടുള്ള വജ്രായുധം ഏതാണെന്ന് ആ നിമിഷം ഹരിപ്രസാദിന് മനസ്സിലായി. രുക്മണി. അയാളുടെ കാർ തമ്പിയുടെ ബംഗ്ലാവിലേക്ക് പറന്നു. അയാളെ കണ്ടപ്പോൾ ആകാംക്ഷയോടെ തമ്പി പുറത്തേക്ക് വന്നു. എന്തായി, കണ്ടുപിടിച്ചോ? ഹരിപ്രസാദ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും താഴെ ഇറങ്ങി. കണ്ടുപിടിച്ചു. അർജുനെ ശ്രീധരനെ മാത്രമല്ല, രുക്മണിയെയും. തമ്പിയുടെ ഉള്ളിൽ ആനന്ദം അണപൊട്ടിയൊഴുകി. പോർച്ചിലെത്തി ഹരിപ്രസാദിന്റെ ഇരു ചുമലിലും പിടിച്ചുകൊണ്ട് അയാൾ ഉറക്കെ ചോദിച്ചു, എവിടെ? ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ICUവിൽ. തമ്പി കൈകൾ കൂട്ടി തിരുമ്മി. അവൾ എന്തെങ്കിലും പറഞ്ഞോടാ? പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ബോധം വീണ പറയും. ഭൈരവന്റെ താളവും കാട്ടിക്കൊടുക്കും. തമ്പിയുടെ മുഖം വിവരണമായി. അസ്വസ്ഥനായി അയാൾ അങ്ങുമിങ്ങും നടന്നു. ഹരിപ്രസാദ് തുടർന്നു. ഇനി കൊല്ലാനോ കിഡ്നാപ്പ് ചെയ്യാനോ പറ്റില്ല. മറ്റെന്തെങ്കിലും വഴി തേടണം. അവളെ വാ തുറന്ന അർജുൻ വെറുതെ ഇരിക്കില്ല. രുക്മണിയെ മാത്രമല്ല, ഡോക്ടർ ബാബു ചെറിയാനെയും ശ്രീധരനെയും സക്രയെയും ഒക്കെ അയാൾ കൂട്ടിൽ കൊണ്ടുവരും. വലിഞ്ഞു മുറുകിയ ശബ്ദത്തിൽ തമ്പി ചോദിച്ചു, ഉടനെ എങ്ങാനും അവൾക്ക് ബോധം വീഴോ പ്രസാദേ? പറയാൻ പറ്റില്ല. കുറെ നേരം കൂടി മയക്കി കിടത്താൻ പറ്റുമോ അവളെ?
അർജുൻ ഇടപെട്ടതുകൊണ്ട് ഇനി ഒരു ഡോക്ടറും അങ്ങനെ ചെയ്യില്ല. തമ്പി അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു, യൂസഫേ. യൂസഫ് അലി ഓടി വന്നു. എത്ര മണിക്കാടാ തിരുവനന്തപുരത്തേക്കുള്ള ഫ്ലൈറ്റ്? 9 മണിക്ക്. എന്നാൽ പെട്ടെന്ന് അതിലൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യ്. ശരി മുതലാളി. തല്ലാൻ പറഞ്ഞ കൊന്നിട്ട് വരണവന്മാരാരെങ്കിലും ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ടോ? ഉണ്ട് മുതലാളി, മാണിക്കൻ. എന്നാൽ അവനെ വിളിക്ക്. യൂസഫ് അലി അകത്തേക്ക് പോയപ്പോൾ നിറഞ്ഞ ചിരിയോടെ തമ്പി പറഞ്ഞു, ഇനി രുക്മണി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. 9 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പറന്നുയർന്ന ഫ്ലൈറ്റിൽ മാധവൻ തമ്പിയും ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അയാൾ ഒരു ടൂറിസ്റ്റ് കാർ വിളിപ്പിച്ചു. കാർ നേരെ പോയത് മുഖ്യമന്ത്രി രാഘവ പിഷാരടിയുടെ നീലോത്പലത്തിലേക്കാണ്. കോളിംഗ് ബെൽ ശബ്ദിച്ചപ്പോൾ പുറത്തുള്ളത് ജീവിതത്തിൽ ഒരിക്കലും കാണരുതേ എന്ന് പ്രാർത്ഥിക്കാറുള്ള മുഖമാണെന്ന് പിഷാരടി കരുതിയതേയില്ല. വാതിൽ തുറന്നപ്പോൾ വിടർന്ന ചിരിയോടെ തമ്പി പറഞ്ഞു, നമസ്കാരം സർ. മുന്നിലൊരു ബോംബ് വീണതുപോലെ പിഷാരടി നടുങ്ങി. അകത്ത് കടന്ന് തമ്പി തുടർന്നു, അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ടാ അടുത്ത ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വന്നത്. പതിഞ്ഞ ശബ്ദത്തിൽ പിഷാരടി ചോദിച്ചു, എന്താ തനിക്ക് വേണ്ടത്? എല്ലാം ഒറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റില്ല സർ. നമുക്ക് സാറിന്റെ പ്രൈവറ്റ് റൂമിലേക്ക് പൊക്കൂടെ? അവിടെ ആവുമ്പോ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും. തമ്പിയെയും കൊണ്ട് പിഷാരടി പ്രൈവറ്റ് റൂമിലേക്ക് നടന്നു. വാതിലടച്ച് തഴുതിട്ട് അയാൾ ചോദിച്ചു, പറയ, എന്തിനാ ഇപ്പോഴിങ്ങോട്ട് വന്നത്? തമ്പിയുടെ കണ്ണുകൾ കുറുകി. പഴയ ഒരു കഥ പറയാൻ. ഞാനിപ്പോ മാനമര്യാദയ്ക്ക് ജീവിക്കുക, പഴയതെല്ലാം മറക്കാൻ ശ്രമിക്കുക, ബുദ്ധിമുട്ടിക്കരുത്. തമ്പി ചിരിച്ചു. എല്ലാം മറന്നാലും രുക്മണിയെ അത്ര എളുപ്പം മറക്കാൻ പറ്റുമോ സാറിന്? പിഷാരയുടെ ഇമകളൊന്ന് പിടഞ്ഞു. അവളെ ഓർത്ത് ദുഃഖിക്കാത്ത ദിവസമില്ലടോ. മരിച്ചു പോയിരുന്നില്ലെങ്കിൽ എന്റെ വീട്ടിൽ ഈ ഭാര്യയായിട്ട് താൻ കാണുമായിരുന്നു അവളെ. അത് സാറിന്റെ നല്ല മനസ്സ്. എന്നാലും എനിക്ക് അങ്ങനെ കാണാൻ പറ്റുമോ? പിഴച്ച ഒരു പെണ്ണിനെ സാറിനെ പോലെ നിലയും വിലയുമുള്ള ഒരാള് കല്യാണം കഴിക്കാൻ പാടില്ല. അതിനു പകരം സാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മണ്ടത്തരം കാട്ടാൻ തുനിഞ്ഞു. അതാ അന്ന് രുക്മണി ചത്തുപോയിന്ന് ഞാൻ പറഞ്ഞത്. പിഷാരടിയുടെ മനസ്സിൽ ഒരു കൂറ്റൻ തിരയിലകി. ആവേശത്തോടെ അയാൾ ചോദിച്ചു, അപ്പോ അവള് മരിച്ചിട്ടില്ലേ? ഇപ്പോൾ എവിടെയുണ്ട്? ഇത്രയും കാലം എവിടെയായിരുന്നു? എവിടെയാണെങ്കിലും പറയൂ തമ്പി, ഉടനെ എനിക്ക് അവളെ കാണണം. തമ്പി ചിരിച്ചു. പക്ഷേ ഒരു കുഴപ്പമുണ്ട് സർ. പിഷാരടി ആശങ്കയോടെ തമ്പിയെ നോക്കി. നേരിൽ കണ്ടാൽ ആ നിമിഷം അവള് സാറിനെ തട്ടിക്കളയും. അത്രയ്ക്കുണ്ട് പക. ഉമിത്തി പോലെ അത് നീറ്റിയെടുത്തത് ഞാനാ. എന്തിനാന്നോ? ഇതുപോലെ പരസ്പരം കാണാൻ. പിഷാരടി പല്ലുകൾ ഞെരിച്ചു. നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേടാ? അതെ സർ, ചതിക്കുകയായിരുന്നു. സാർ അവൾക്കൊരു ജീവിതം കൊടുക്കാമെന്ന് പറഞ്ഞതൊന്നും ഞാൻ അറിയിച്ചിട്ടില്ല. പറഞ്ഞു കൊടുത്തതൊക്കെ ഒരു വിഷയലമ്പടന്റെ രാസലീലകൾ. അത് കേട്ട ഏത് പെണ്ണാ സർ കത്തിയെടുക്കാത്തത്? പിഷാരടി ദൈന്യതയോടെ ചോദിച്ചു. നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വന്നതാണല്ലേ? അതെ സർ. നിനക്ക് എന്താ വേണ്ടത്? രുക്മണിയെ. അവളിപ്പോ SP അർജുന്റെ കസ്റ്റഡിയിലുണ്ട്. പിഷാരടി അസ്വസ്ഥനായി. അവക്ക് ഒരുപാട് രഹസ്യങ്ങൾ അറിയാം. അതൊക്കെ അർജുനോട് പറഞ്ഞാൽ അവൻ എന്നെ ഇരുമ്പഴി എണ്ണിക്കും. ഇനി സാറിന്റെ കഥയോ? പണിക്കരെ പോലെ തന്നെ സാറും പീഡനവീരനാണെന്ന് പത്രങ്ങൾ മുഴുവനും എഴുതില്ലേ? അതുകൊണ്ട് അവൾ എനിക്ക് വിട്ടു തന്നേക്ക്. പിഷാരടിയുടെ കണ്ണിൽ നീർ നിറഞ്ഞു. നേരിൽ കണ്ടാലേ രുക്മണി സാറിനെ തിരിച്ചറിയൂ. കഴിയുന്നതും കണ്ണിൽ പെടാതെ നോക്കണം സർ. അല്ലെങ്കിൽ അവളുടെ കൈകൊണ്ടാവും സാറിന്റെ അന്ത്യം. ഒരു നിമിഷം നിശബ്ദനായി നിന്നിട്ട് പിഷാരടി ചോദിച്ചു, അന്ന് അവൾ ഗർഭിണിയായിരുന്നു എന്നല്ലേ താൻ പറഞ്ഞത്? അതെ. പിഷാരടിയുടെ ശബ്ദം വിറച്ചു. അപ്പോ കുഞ്ഞ്? ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്, എന്റെ കൺവെട്ടത്ത്. പിഷാരടിയുടെ മനസ്സ് ആർദ്രമായി. ഹൃദയത്തിനുള്ളിൽ ഒരു നീറുറവ പൊട്ടി. തമ്പിയുടെ കയ്യിൽ കൈ ചേർത്ത് പിഷാരടി വിങ്ങിപ്പൊട്ടി. ആണോ പെണ്ണോ? ഉശിരുള്ള ആൺകുട്ടി. ഇപ്പോ SP അർജുന്റെ എത്ര വരും? നീ പറയണതൊക്കെ ഞാൻ ചെയ്യാൻ തമ്പി. പകരം എന്റെ മോൻ എനിക്ക് വേണം. അങ്ങനെയെങ്കിലും രുക്മണിയോട് ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തിക്കോട്ടെ ഞാൻ. പിഷാരടിയുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി ഉന്മാദത്തോടെ ചിരിച്ചുകൊണ്ട് തമ്പി പറഞ്ഞു, താങ്ക് യു സർ. ICUവിന്റെ ഡോർ തുറന്ന് ഡോക്ടർ രാജസേനൻ പുറത്തു വന്നു. അർജുനെ നോക്കി അയാൾ പറഞ്ഞു, രുക്മണിക്ക് ബോധം വീണു. നൗ ഷീസ് ഓൾ റൈറ്റ്. അർജുന്റെ കൂടെ ശ്രീധരനും അകത്തേക്ക് ചെന്നു. പരിസരം മറന്ന് രുക്മണി നിലവിളിച്ചു, മോനെ. ശ്രീധരൻ അടുത്ത് ചെന്ന് രുക്മണിയുടെ കയ്യിൽ തലോടി. വിങ്ങി പൊട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഈശ്വരന്മാര് എന്റെ തെറ്റുകളൊക്കെ പുറത്തുനിന്ന് തോന്നുന്നു. അതുകൊണ്ടാ വീണ്ടും അമ്മയെ കാണാനുള്ള ഭാഗ്യമുണ്ടായത്. ഇനി ഒരു ആപത്തുണ്ടാവില്ല.
അമ്മയെ വേണമെന്ന് പറഞ്ഞോണ്ട് ഒരു തമ്പി ഇങ്ങോട്ട് വരില്ല. കഴിഞ്ഞതൊക്കെ മറന്ന് സുഖമായിട്ട് ജീവിക്കാം നമുക്ക്. അർജുൻ മുന്നോട്ട് വന്നു. അതിനു മുമ്പ് കുറ്റവാളികളൊക്കെ ശിക്ഷിക്കപ്പെടണം. അറിയാവുന്നതൊക്കെ തുറന്നു പറഞ്ഞാൽ ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തോളാം. അമ്മ ഇത്രയും നാള് എവിടെയായിരുന്നു? രുക്മണി എന്തോ പറയാനൊരുങ്ങി. പെട്ടെന്ന് അർജുന്റെ സെൽഫോൺ ശബ്ദിച്ചു. അതിൽ മുഖ്യമന്ത്രി പിഷാരയുടെ നമ്പർ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, 1 മിനിറ്റ്. സെൽഫോണുമായി അർജുൻ ഡോർ തുറന്ന് പുറത്തു കടന്നു. ഗർജിക്കുന്നത് പോലെയാണ് പിഷാരടി ചോദിച്ചത്, നീ എവിടെയാണ് അർജുൻ? ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് സർ. ഒരു പെണ്ണിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ നീ? കുറച്ച് കാര്യങ്ങൾ അറിയാനാ സർ. ഒരു ഭ്രാന്തി പെണ്ണ് എന്ത് കാര്യം പറഞ്ഞു തരാനാടോ? അവർക്ക് ഭ്രാന്തില്ല സർ. അത് പറയേണ്ടത് റൂറൽ SP അല്ല, മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടറാ. ഊളം പറയുന്ന ചാടി പോന്നതാടോ അവള്. ആംബുലൻസുമായി ഹരിപ്രസാദ് ഉടനെ അവിടെ വരും. ഹാൻഡ് ഓവർ ചെയ്തേക്ക്. അത് പിന്നെ നോ മോർ ആർഗ്യുമെന്റ്സ്. പറഞ്ഞതനുസരിക്ക്. പിന്നെ നീ അന്യായമായി തണങ്കൽ വെച്ചിട്ടുള്ള സക്രിയയും റിലീസ് ചെയ്യണം. സർ, അങ്ങേ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ആ സ്ത്രീ നോർമലാണ്. ഫോൺ ഞാനിവിടെ ഡോക്ടർക്ക് കൊടുക്കാം. പ്ലീസ് സർ. വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കണ്ട. പറഞ്ഞതുപോലെ ചെയ്യ്. അർജുന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അധികാരം പോയാലും ഈ നാട്ടിലെ ജനങ്ങൾ സാറിനെ ഓർക്കണമെന്ന്. അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ലജ്ജയുണ്ട്. ഈ നാട്ടിലെ ചീഫ് മിനിസ്റ്റർക്ക് SP അർജുന്റെ മനസ്സിൽ ഒരു തേർഡ് റേറ്റ് ക്രിമിനലിന്റെ സ്ഥാനമേ ഉള്ളൂ ഇപ്പോ. ലൈൻ കട്ട് ചെയ്ത അർജുൻ അകത്തേക്ക് ചെന്നു. ശ്രീധരൻ ചോദിച്ചു, ആരാ സർ വിളിച്ചത്? നിർവികാരനായി അർജുൻ പറഞ്ഞു, നമ്മുടെ ചീഫ് മിനിസ്റ്റർ രാഘവ പിഷാരടി. ആ പേര് കേട്ടപ്പോൾ രുക്മണിയുടെ മുഖമിരുണ്ട് കണ്ണുകളിൽ തീയാളി. അർജുൻ പറഞ്ഞു, അയാളും ഇപ്പൊ മാധവൻ തമ്പിയുടെ കൂടെയാ. നിന്റെ അമ്മയ്ക്ക് ഭ്രാന്താണെന്ന് പിഷാരടി എന്നോട് പറഞ്ഞു. ആ നിമിഷം ഡോർ തുറന്ന് ഹരിപ്രസാദ് അകത്തേക്ക് വന്നു. അയാൾ യൂണിഫോമിലായിരുന്നു. അറ്റൻഷനായി അർജുനെ സല്യൂട്ട് ചെയ്തിട്ട് ഹരിപ്രസാദ് പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ ഇനി പ്രത്യേകിച്ച് ഫോർമാലിറ്റി ഒന്നുമില്ല. സാങ്ഷൻ കിട്ടി. വിത്ത് യുവർ പെർമിഷൻ ഞാൻ ഈ സ്ത്രീയെ കൊണ്ടുപോവുകയാണ് സർ. കൈ ചുരുട്ടി അയാളുടെ മുഖത്തിൽ ഇടി കൊടുത്തിട്ട് ശ്രീധരൻ ഗർജിച്ചു, എന്റെ അമ്മയെ തൊടാൻ വരുന്നവരുടെ കൈ വെട്ടും ഞാൻ. ഹരിപ്രസാദ് റിവോൾവർ എടുത്ത് ശ്രീധരന്റെ നെറ്റിയിൽ ചേർത്ത് വെച്ചു. അയാൾ ട്രിഗറിൽ തൊട്ടു. അർജുൻ ആക്രോശിച്ചു, അരുത്. ധാർഷ്ട്യത്തോടെ ഹരിപ്രസാദ് പറഞ്ഞു, CMന്റെ ഓർഡർ ആണ് സർ. ഇവനെ കൊന്നിട്ടായാലും രുക്മണിയെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. ശ്രീധരൻ നെറ്റിയിലെ റിവോൾവർ തട്ടിമാറ്റി. അയാളെ കൊണ്ട് അങ്ങനെ പറയിച്ചത് തമ്പിയല്ലേ? പോലീസാണെന്ന് കരുതി തോന്നിവാസം കാണിക്കരുത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിനക്കെന്റെ അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല. ഹരിപ്രസാദ് വീണ്ടും റിവോൾവർ നെറ്റി. എന്നാ ഇനി നീ ജീവിക്കണ്ട. രുക്മണി നെഞ്ചുപൊട്ടി കരഞ്ഞു. സത്യമായിട്ട് എനിക്ക് ഭ്രാന്തില്ല സർ, എന്നെ ഉപദ്രവിക്കരുത്. അർജുൻ ഹരിപ്രസാദിന്റെ മുന്നിലെത്തി. ഇപ്പോഴും ഈ ടൗണിലെ SP ആണ് ഞാൻ. എന്റെ അനുവാദം കൂടാതെ ഈ സ്ത്രീയെ നിനക്ക് എങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റില്ല. ഏത് മറ്റിടത്തെ കൊമ്പം പറഞ്ഞാലും. രുക്മണി നോർമൽ ആണെന്ന് 1 മണിക്കൂറിനുള്ളിൽ തെളിയിക്കും ഞാൻ. അതുവരെ ഈ കോമ്പൗണ്ടിനകത്ത് കാലുകുത്തരുത്. അപ്പോഴും രുക്മണി നിലവിളിച്ചു, ഇത്രയും നാളും എന്നെ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു മാധവൻ തമ്പി. ആ ദുഷ്ടൻ എന്നെ ഭൈരവന് കൊടുത്തു. അവിടുന്ന് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാ ഞാൻ. ആ കാട്ടുവെള്ളം ചത്തിട്ടില്ല, ഇപ്പോഴുമുണ്ട് ജീവനോടെ. അവനും തമ്പിയും വനമന്ത്രി പണിക്കരും ചേർന്ന കാട്ടിലെ ചന്ദനമരം മുഴുവൻ വെട്ടിവിൽക്കണത്. ഹരിപ്രസാദ് ചിരിച്ചു. കേട്ടില്ലേ സാർ, നാവിനൊളിപ്പില്ലാണ്ട് ഓരോന്ന് പറയണത്. ചത്തുപോയ ഭൈരവൻ ജീവനോടെ ഉണ്ടത്രേ. വനമന്ത്രിയുടെ പണി ചന്ദനക്കൊള്ളി. ഇനി ഇവള് പിഷാരടി സാറിന്റെ പേരും പറയും. കണ്ണീരിനിടയിലും രുക്മണി ജ്വലിച്ചു, എന്റെ ജീവിതം തകർത്ത പിശാചാടാ നീ പറയണ പിഷാരടി. ചാവാണ്ട് ഞാൻ കാത്തിരുന്നത് അയാളെ കൊല്ലാൻ വേണ്ടിയിട്ടാ. അർജുൻ സ്തബ്ധനായി. ശ്രീധരനും പതറിപ്പോയി. ഹരിപ്രസാദ് അർജുനെ നോക്കി. ഇവർ നിയമം കയ്യിലെടുക്കുന്നത് നോക്കി നിൽക്കുന്നത് സാർ. ഡ്യൂട്ടി ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഓളം പറയാന് 2 ദിവസം മുമ്പ് ചാടിപ്പോന്നതാ ഇവള്. വർഷങ്ങളായി അവിടെ ചികിത്സയിലായിരുന്നു. എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കാനാ CMന്റെ ഓർഡർ. മനസംയമനം വീണ്ടെടുത്ത് അർജുൻ പറഞ്ഞു, മിടുക്കൻ. കാര്യങ്ങളൊക്കെ വേണ്ട പോലെ പറയാനും ചെയ്യാനും ഉന്നതങ്ങളിലുള്ളവർ നിന്നെ വൃത്തിയായി പഠിപ്പിച്ചിരിക്കുന്നു. ജയിച്ചെന്ന് കരുതി തന്നെ രുക്മിണിയെ കൊണ്ടുപോയിക്കോ. അതിനു മുമ്പ് ഒരു കാര്യം, ജീവനോടെയാ ഞാൻ ഇവരെ ഹാൻഡ് ഓവർ ചെയ്തതെന്ന് എഴുതി ഒപ്പിട്ട് തരണം നീ. മാത്രമല്ല, അന്വേഷിക്കുമ്പോ തിരുവനന്തപുരത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ രുക്മിണി ഉണ്ടാവുകയും വേണം. ഹരിപ്രസാദ് തലയാട്ടി. ശ്രീധരൻ ഇടയ്ക്കു കയറി. ഇടർച്ചയോടെ അയാൾ പറഞ്ഞു, അമ്മയുടെ ചോര കുടിക്കാൻ ചെന്നായ്ക്കൾ പോലെ കാത്തിരിക്കുന്നുണ്ടാവും തമ്പിയും അയാളുടെ ഗുണ്ടകളും. വിട്ടുകൊടുത്തേക്കില്ലേ സാറേ? അർജുൻ അടുത്തെത്തി ശ്രീധരന്റെ തോളിൽ തൊട്ടു. കൊണ്ടുവയ്ക്കോട്ടെ ശ്രീധര. നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ജീവനോടെ തൊലിയിരിക്കുമെന്ന് ഹരിപ്രസാദ് സ്ഥലത്തെ പ്രധാന ദിവ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാണ്ടിരിക്കില്ല. ഹരിപ്രസാദ് ഡോറിൽ മെല്ലെ തട്ടി. 4-5 പോലീസുകാർ അകത്തേക്ക് വന്നു. അവർ രുക്മണിയെ ഫലമായി പൊക്കിയെടുത്തു. എതിർക്കാൻ ശ്രമിച്ചിട്ടും അനങ്ങാനായില്ല.
ശ്രീധരനെ നോക്കി രുക്മിണി ഉറക്കെ നിലവിളിച്ചു. നിലവിളി അകന്നു പോയിട്ടും മുറിയിൽ മരവിച്ചു നിൽക്കുകയായിരുന്നു ശ്രീധരൻ. ഹരിപ്രസാദ് പറഞ്ഞു, സാറ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എഴുതി ഒപ്പിട്ട് ക്യാബിനിൽ വെച്ചേക്കാൻ ഞാൻ. അർജുൻ മിണ്ടിയില്ല. അയാൾ പുറത്തു കടന്നപ്പോൾ വാതിലടഞ്ഞു. ശ്രീധരനെ നോക്കി അമർത്തിയ ശബ്ദത്തിൽ അർജുൻ പറഞ്ഞു, അധികാരമുണ്ടെങ്കിലും ഈ യൂണിഫോമിന് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും മാധവൻ തമ്പി ജയിക്കുന്നത്. ഇനി അതുണ്ടായിക്കൂടാ. ശ്രീധരൻ അർജുനെ നോക്കി. സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അർജുൻ പുഞ്ചിരിച്ചു. ഇനി നീ നിഴല് പോലെ കൂടെ ഉണ്ടാവണം. ആദ്യത്തെ മുഖാമുഖം നാട്ടിലെ വലിയൊരു VVIP-യുമായിട്ടാ. ഇഞ്ച ചതയ്ക്കും പോലെ ചതച്ചിട്ട് നിന്റെ അമ്മയെ തിരിച്ചു തരാൻ പറയണം. കിട്ടും. അപ്പോൾ ഫ്ലവർ ഹൗസിൽ കോളിംഗ് തുടരെ ശബ്ദിച്ചു. പേടിയോടെയാണ് പണിക്കർ വാതിൽ തുറന്നത്. തൊട്ടു മുന്നിൽ മാധവൻ തമ്പിയെ കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. എങ്കിലും ആശങ്കയോടെ പണിക്കർ ചോദിച്ചു, എന്താ ഭരണവിവരം വിളിച്ചു പറയാതിരുന്നത്? കാർ അയക്കുമായിരുന്നല്ലോ എയർപോർട്ടിലേക്ക്. തമ്പി ചിരിച്ചു. വിടുവായ പറയാതൊടു. ഭൈരവൻ ഇവിടെയുള്ളപ്പോ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് വരാൻ പറ്റുമോ തനിക്ക്? പണിക്കർ വാതിലടിച്ച് തഴുതിട്ടപ്പോൾ തമ്പി പ്രൈവറ്റ് റൂമിന് നേരെ നടന്നു. റോയിച്ചനെ പാക്ക് ചെയ്ത് അയച്ചില്ലേ? പണിക്കർ ഉൾക്കിടലത്തോടെ മൂളി. അയാൾ ലോക്ക് തുറന്നപ്പോൾ തമ്പി അകത്തേക്ക് കയറി. മേശപ്പുറത്ത് കാൽ കയറ്റി വെച്ച് ഭൈരവൻ പൊരിച്ച കോഴിക്കാൽ കടിച്ച് ചവയ്ക്കുന്നുണ്ടായിരുന്നു. ശാസിക്കുന്നത് പോലെ തമ്പി ചോദിച്ചു, നീ ഇത് എന്ത് ഭാവിച്ച? ഇത് കാടല്ല, നാടാ. തോന്നിയതുപോലെ ആരെയും കൊല്ലാൻ പറ്റില്ല. ഭൈരവൻ പിന്നോട്ട് ചാഞ്ഞിരുന്നു. ആ തെണ്ടി എന്റെ ശബ്ദം കേട്ടിരുന്നു തമ്പി. കൊല്ലാണ്ട് വിട്ടിരുന്നെങ്കിൽ ഒരു ബറ്റാലിയൻ പോലീസിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നേനെ. ഇപ്പോഴെല്ലാം ക്ലിയർ ആയില്ലേ? തമ്പി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. എന്നാലും സൂക്ഷിക്കണം ഭൈരവ. ഇതൊരു മന്ത്രിയുടെ ബംഗ്ലാവാ. ഇവിടെ എപ്പോഴും പണിക്കിന് തനിച്ചാന്ന് കരുതരുത്. 1-2 ദിവസം കഴിഞ്ഞ പാചകക്കാരും പ്രൈവറ്റ് സെക്രട്ടറിമാരൊക്കെ വരും. പാർട്ടി പ്രവർത്തകരുടെ പട വേറെ. ഭൈരവൻ അലസമായി മൂളി. ഇനി ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അപ്പോഴും അതേ മൂളൽ. രുക്മിണിയെ കണ്ടുപിടിച്ചു. മുഖമയർത്താതെ ഭൈരവൻ പറഞ്ഞു, കൊല്ലാൻ പറ്റില്ലല്ലോ. കാത്തു സൂക്ഷിക്കണ്ടേ? കസ്തൂരി മാമ്പഴം പോലെ. കൂർത്ത ശബ്ദത്തിലായിരുന്നു തമ്പിയുടെ മറുപടി. വേണം. അയാൾ പുറത്തു കടന്നു. ഒപ്പം പണിക്കരും. വാതിൽ അടച്ചു പൂട്ടിയിട്ട് അയാൾ തമ്പിയുടെ പിന്നിലെത്തി. ബെഡ്റൂമിലേക്ക് നടന്നുകൊണ്ട് തമ്പി പറഞ്ഞു, ഞാൻ പിഷാരടിയെ കണ്ടിരുന്നു. അർജുന്റെ കസ്റ്റഡിയിലുള്ള രുക്മിണിയെ വിട്ടുകിട്ടാൻ പഴയ കഥകളൊക്കെ പറയേണ്ടി വന്നു. എന്നാലും അയാളെ വിശ്വസിക്കാൻ പറ്റില്ല. ഒടുക്കത്തെ ആദർശവും പറഞ്ഞ് കുമ്പസരിച്ചുകൊണ്ട് രാജിവെച്ചിറങ്ങിപ്പോയിന്ന് വരും. അതിനു മുമ്പ് രുക്മിണിക്ക് അയാളെ കാണിച്ചു കൊടുക്കണം. കണ്ടു കൊതി തീരുമ്പോ പിഷാരുടെ അണ്ണാക്കിൽ അവൾ കത്തി കയറ്റിക്കോളും. മനസ്സിൽ പേടിയുണ്ടായിട്ടും പണിക്കരുടെ ചുണ്ടിൽ ഒരു ചിരി വന്നു. എന്നാലും അർജുൻ അവളുടെ പിന്നാലെ ഉണ്ടാവും. രുക്മിണി എന്തെങ്കിലും വിട്ടു പറഞ്ഞ ഭൈരവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് നാട് മുഴുവൻ അറിയും. തമ്പി ബെഡ്റൂമിലേക്ക് കയറി. പണിക്കർ തുടർന്നു, ഭൈരവൻ കൂടെയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കുമെങ്കിൽ നമ്മൾ എന്തിനാ വെറുതെ ഒരു വിഴുപ്പ് ചുമക്കണത്? ഈ മാരണം ഇനി നമ്മുടെ കൂടെ വേണ്ട പണിക്കരെ. പണിക്കരുടെ ശബ്ദം വിറച്ചു. പക്ഷേ എങ്ങനെ എങ്ങനെ അവനെ? തമ്പി ചിരിച്ചു. എപ്പോഴും കൺവെട്ടത്ത് തന്നെ ഇല്ലടോ അവൻ. താൻ കൊടുക്കണതൊക്കെ എന്താണെന്ന് പോലും നോക്കാതെ വെട്ടി വിഴങ്ങണില്ലേ? ജീവൻ തന്റെ കയ്യിൽ തന്നിട്ട് സുഖമായിട്ട് ഉറങ്ങണില്ലേ? അതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു നിമിഷം തനിക്ക് വീണ് കിട്ടും. പണിക്കർ ആലില പോലെ വിറച്ചു. ഞാൻ ഞാൻ അതെങ്ങനെ ചെയ്യും തമ്പി? ചെയ്യണം. ഈ ഭൂമിയിൽ ഒരിടത്ത് വെച്ചും അർജുന് ഭൈരവനെ ജീവനോടെയോ അല്ലാതെയോ കിട്ടിക്കൂടാ. പണിക്കർ പിന്നെയും എന്തോ പറയാനൊരുങ്ങിയെങ്കിലും അത് കേൾക്കാൻ നിൽക്കാതെ തമ്പി വാതിൽ തുറന്ന് പുറത്തിറങ്ങി. അവസാനത്തെ രോഗിയെയും പരിശോധിച്ചു കഴിഞ്ഞ് കൺസൾട്ടിംഗ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു ഡോക്ടർ ബാബു ചെറിയാൻ. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് ഒരു ചാട്ടുമായി അകത്തേക്ക് വന്നു. ഒരാൾ കൂടിയുണ്ട് ഡോക്ടർ. ശരി, വരാൻ പറയൂ. കറുത്തു മെലിഞ്ഞ് ഉയരമുള്ള ഒരാൾ അകത്തേക്ക് വന്നു. ചെറിയാൻ പറഞ്ഞു, ഇരിക്കൂ. അയാൾ അടുത്തുണ്ടായിരുന്ന സ്റ്റൂളിലിരുന്നു. എന്താ അസുഖം? അടിവയറ്റിൽ ഭയങ്കര വേദനയാ ഡോക്ടർ. ചെറിയാൻ അയാൾ ചൂണ്ടിക്കാട്ടിയ ഭാഗത്ത് വിരലമർത്തി. തൊടുമ്പോ ജീവൻ പോണ പോലെ. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? ഒരാഴ്ച. ചെറിയാന് ദേഷ്യം വന്നു. എന്നിട്ട് ഇപ്പോഴാണോ ഹോസ്പിറ്റൽ വരണത്? കാശില്ലാഞ്ഞിട്ടാ സർ. ചെറിയാൻ സ്ക്രീനിനപ്പുറത്തുള്ള ബെഡിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ പോയി കിടക്കൂ. അയാൾ അങ്ങോട്ട് നീങ്ങി. ബെഡിൽ കിടന്നപ്പോൾ അടിവയറ്റിൽ വിരലമർത്തിക്കൊണ്ട് ചെറിയാൻ പറഞ്ഞു, എവിടെ തൊടുമ്പോഴാ കൂടുതൽ വേദനയുള്ളതെന്ന് പറയണം. മറുപടി പറയുന്നതിന് പകരം അയാൾ പാൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു റിവോൾവർ പുറത്തെടുത്തു. ചെറിയാൻ നടുങ്ങിപ്പോയി. നിങ്ങൾ എന്താ പൂർത്തിയാക്കാൻ പറ്റിയില്ല.
അതിനു മുമ്പ് റിവോൾവർ ഗർജിച്ചു 2 വട്ടം. തലയോട് തകർന്ന് ചെറിയാൻ പിന്നിലേക്ക് വീണു. പേഷ്യന്റായി അഭിനയിച്ച് ചെറിയാനെ കാണാൻ വന്നത് തമ്പി അയച്ച മാണിക്കൻ എന്ന ഗുണ്ടയായിരുന്നു. അകത്തേക്ക് ഓടി വന്ന നഴ്സിനെ തട്ടിമാറ്റി മാണിക്കൻ കോറിഡോറിലെത്തി. റിവോൾവർ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പേടിയോടെ വഴിയൊഴിഞ്ഞു. കൊടുങ്കാറ്റ് പോലെ അയാൾ സ്റ്റെയർ കേസിലൂടെ താഴേക്കിറങ്ങി. പെട്ടെന്ന് അവൻ അപ്രത്യക്ഷനായി. അർജുന്റെ ക്യാബിനിൽ ഫോൺ ശബ്ദിച്ചു. ലൈനിൽ പോലീസ് കമ്മീഷണർ ദിലീപ് മേനോനായിരുന്നു. ഐ എം സോറി അർജുൻ, ഒരു ദുഃഖവാർത്ത പറയാനുണ്ട്. ഡോക്ടർ ബാബു ചെറിയാൻ അല്പം മുമ്പ് ഒരു ആക്രമിയുടെ വെടിയേറ്റ് മരിച്ചു. പേഷ്യന്റായിട്ട് വന്ന അവനത് ചെയ്തത്. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്ത് വിവരം കിട്ടിയാലും അറിയിക്കാം. ലൈൻ കട്ടായി. ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാൻ കഴിവുള്ള പ്രധാന സാക്ഷിയാണ് ഇല്ലാതായിരിക്കുന്നത്. കൊന്നത് മറ്റാരുമല്ല, മാധവൻ തമ്പി തന്നെ. അയാളുടെ അടുത്ത ലക്ഷ്യം രുക്മിണിയാണ്. അനുവദിക്കരുത്. ഡേവിഡിന്റെ കാർ അപ്പോൾ പുളിഞ്ചോട് കവലയിലേക്ക് അടുക്കുകയായിരുന്നു. ആർക്കും പിടികൊടുക്കാതെ തമ്പിയുടെ ബംഗ്ലാവിലെത്താൻ പോവുകയാണല്ലോ എന്ന ചിന്ത അയാളുടെ ആത്മവിശ്വാസം കൂട്ടി. ആക്സിലേറ്റർ ഞെരിഞ്ഞു. പിന്നെയും കാറിന്റെ വേഗം കൂടി. അക്കഡേറ്റിലേക്ക് തിരിയാറായപ്പോൾ ഡേവിഡ് ആവേശത്തോടെ സ്റ്റിയറിംഗ് തിരിച്ചു. ഉദ്ദേശിച്ചതുപോലെ കാറിന്റെ നിയന്ത്രണം കിട്ടിയില്ല. ചാട്ടുളി പോലെ പാഞ്ഞ കാർ കൈവരിയിലിടിച്ചു മറിഞ്ഞു. ഡിക്കി ഞെരിഞ്ഞ് ചാക്കുകെട്ട് റോഡിലേക്ക് വീണു. ആളുകൾ ഓടിക്കൂടാൻ തുടങ്ങിയിരുന്നു. ദൂരെ പോലീസ് ജീപ്പിന്റെ സൈറൺ കേട്ടു. അനങ്ങാനാവാതെ സീറ്റിനും സ്റ്റിയറിംഗ് വീലിനും ഇടയിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ ആരൊക്കെയോ അടുത്തേക്ക് ഓടി വരുന്നത് ഡേവിഡ് കണ്ടു. നെറ്റിയിലൂടെ ഒഴുകി വന്ന ചോര കാഴ്ച മറച്ചു. അപ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു ചെന്നായുടെ മുഖം തെളിഞ്ഞു. കാതുകളിൽ കഴുകന്റെ ചെറുകിടിയൊച്ച മുഴങ്ങി. ഒപ്പം സിംഹഗർജനവും. പിടികൊടുക്കരുത്. പിന്നെയും പിന്നെയും അട്ടഹസിക്കുകയാണ് മാധവൻ തമ്പി. നീര് വന്ന് വീർത്ത ഇടതുകൈ കൊണ്ട് ആയാസപ്പെട്ട് ഡേവിഡ് പാൻസിന്റെ ഹിപ്പ് പോക്കറ്റിൽ നിന്നൊരു പിസ്റ്റൾ വലിച്ചെടുത്ത് ചെവിയിലേക്ക് തിരികെ കയറ്റി. വിരൽ ട്രിഗറിൽ അമർന്നു. പിന്നെ ഒരു ബുള്ളറ്റിന്റെ മുരൾച്ച. അതിലുമുറക്കെ ഒരു നിലവിളി. കാറിന്റെ തകർന്ന ചില്ലിൻ കഷ്ണങ്ങളിൽ ചോരയിൽ കുതിർന്ന മാംസ കഷ്ണങ്ങൾ. റോഡിൽ തെറിച്ചു വീണ ചാക്കുകെട്ട് തുറന്നു നോക്കിയ രഘു നടുങ്ങിപ്പോയി. ചന്ദ്രചൂഡനെ കൊന്നതുപോലെ മറ്റൊരാളെയും കശാപ്പ് ചെയ്തിരിക്കുന്നു. കൊല്ലപ്പെട്ടത് ആരാണെന്നറിയാൻ ഡ്രൈവർ ബാക്കിയില്ല. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമായി. കൃത്രിമമായി ഉണ്ടാക്കിയതാണ് കാറിന്റെ നമ്പർ പ്ലേറ്റ്. രേഖകളും അങ്ങനെ തന്നെ. ഡ്രൈവറും അജ്ഞാതൻ. നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ യൂസഫ് അലി നടന്നതൊക്കെ മാധവൻ തമ്പിയെ അറിയിച്ചു. കാറിലേക്ക് കയറുമ്പോൾ തന്നെ തമ്പി സെൽഫോണിൽ പണിക്കരെ വിളിച്ചു. പണിക്കർ ലൈനിൽ വന്നപ്പോൾ നിസ്സംഗതനായി തമ്പി പറഞ്ഞു, റോയിച്ചന്റെ ശവം പോലീസിന് കിട്ടിയോടോ? ആ കഴിവേറുടെ മോൻ അർജുൻ ഇനി എല്ലാം മണത്തറിയും. പിന്നെ അവൻ നേരെ ഫ്ലവർ ഹൗസിലേക്ക് വരും. അപ്പോഴവിടെ ഭൈരവൻ ഉണ്ടാവരുത്. പണിക്കർ ശബ്ദിച്ചില്ല. ഉടനെ കാർ അയക്കാൻ ഞാൻ. അതിൽ അവന്റെ ശവം കൊടുത്തു വിടണം. പണിക്കർ ടവലെടുത്ത് മുഖത്തെ വിയർപ്പ് തുടച്ചു. നനഞ്ഞ ജുബ മാറ്റി വേറെന്നിട്ടു. പിന്നെ അലമാരി തുറന്ന് പീറ്റർ സ്കോട്ടിന്റെ 2 ബോട്ടിലെടുത്തു. സ്വബോധത്തോടെ അവനെ തൊടാൻ പോലും ആവില്ല. ആഹാരത്തിലോ മദ്യത്തിലോ വിഷം ചേർത്താൽ അവനത് കണ്ടുപിടിച്ചെന്ന് വരും. ഷൂട്ട് ചെയ്താൽ ശബ്ദം പുറത്തു കേൾക്കും. കത്തി കൊണ്ട് നെഞ്ചും കൂടി പിളർന്നാൽ അവൻ അലറി വിളിക്കും. നേരിയൊരു ശബ്ദം പോലും ഉണ്ടാവരുത്. പണിക്കർ പ്രൈവറ്റ് റൂമിന് നേരെ നീങ്ങി. വാതിൽ തുറന്നപ്പോൾ കൈ വിറയ്ക്കാതിരിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. കസേരയിൽ അലസമായി ചാഞ്ഞു കിടന്ന് സിഗരറ്റ് പുകയ്ക്കുകയായിരുന്നു ഭൈരവൻ. മുറി തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ മിന്നായം പോലെ അയാൾ ടീപ്പോയിൽ നിന്നും പിസ്റ്റൾ എടുത്തു. ഞെട്ടലോടെ പിന്നോട്ട് അടി വെച്ചുകൊണ്ട് പണിക്കർ പറഞ്ഞു, അരുത്, അരുത് ഭൈരവ, ഇത് ഞാനാ പണിക്കർ. ഭൈരവൻ പിസ്റ്റൾ ടീപ്പോയിലേക്ക് എറിഞ്ഞു. ഓർക്കാപ്പുറത്ത് ഇങ്ങനെ കയറി വരരുത് പണിക്കരെ. ശത്രുവാണെന്ന് കരുതി ഞാൻ വെടിവെച്ചു പോകും. പണിക്കർ അകത്ത് കടന്നു. മദ്യക്കുപ്പികൾ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, തീരുമ്പോ പറയണം. ഇനി 2 കുപ്പി കൂടി അലമാരയിലുണ്ട്. ഭൈരവൻ അത്ഭുതത്തോടെ പണിക്കരെ നോക്കി. എന്താടോ, മദ്യം തന്ന് കൊല്ലാൻ പോവാണോ എന്നെ? പണിക്കർ ചെറുതായെന്ന് നടുങ്ങിയെങ്കിലും ഞൊടിയിടയ്ക്കുള്ളിൽ ഭാവം മറച്ചു. എല്ലാം കലങ്ങി തെളിയാൻ പോവുക ഭൈരവ. തമ്പി സംഹാരം തുടങ്ങിക്കഴിഞ്ഞു. ഇന്നും നാളെയുമായിട്ട് അവസാനത്തെ ശത്രുവും പിടഞ്ഞു തീരും. അപ്പോൾ അർജുൻ? അയാള് ബാക്കിയുണ്ടാവില്ല എന്ന അർത്ഥത്തിൽ പണിക്കർ കണ്ണിറുക്കി ചിരിച്ചു. ഭൈരവൻ മദ്യക്കുപ്പി എടുത്തു. അടപ്പ് തുറന്ന് ഏതാണ്ട് പകുതിയോളം മദ്യം അയാൾ വായിലേക്ക് കമിഴ്ത്തി. പിന്നെ കുപ്പി താഴെ വെച്ച് ചുണ്ടു തുടച്ചു. അപ്പൊ പിന്നെ ഇനി ഞാൻ എന്തിനാ ഇവിടെ? തമ്പിയോട് ഒരു കാർ അയച്ചു തരാൻ പറ. പണിക്കർ ചിരിച്ചു. എന്റെ കാറിൽ പോയാ മതി, അതാ സേഫ്. ആരും ചെക്ക് ചെയ്യത്തില്ല. ഞാൻ റെഡി. എപ്പോഴാന്ന് വെച്ചാ പറഞ്ഞാ മതി. ഇനി അധിക നാളിവിടെ കഴിഞ്ഞ ശ്വാസം മുട്ടി ചത്തുപോകും ഞാൻ. കാട്ടിലാവുമ്പോ തന്റെ ഈ അളിഞ്ഞ മുഖം കാണണ്ടല്ലോ. അപ്പോഴും പണിക്കർ ചിരിച്ചു. ബാക്കിയുള്ള 2 കുപ്പി കൂടി ഇനി എടുത്തു തന്നേക്ക്.
ഇന്നെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിക്കോട്ടെ ഞാൻ. പണിക്കർ പുറത്തു കിടന്ന് വാതിലടച്ചു. ബെഡ്റൂമിലെത്തിയപ്പോൾ പോക്കറ്റിൽ നിന്നും സെൽഫോൺ എടുത്ത് തമ്പിയെ വിളിച്ചു. തമ്പി ചോദിച്ചു, എന്താടോ, ഭൈരവൻ പിന്നെയും വല്ല കുഴപ്പം കാട്ടിയോ? അടക്കിയ ശബ്ദത്തിൽ പണിക്കർ പറഞ്ഞു, ഏയ് ഒന്നുമില്ല. പിന്നെ താൻ പറഞ്ഞത് ഞാൻ ഇന്ന് രാത്രി ചെയ്യാൻ പോവാ തമ്പി. നേരത്തെ കാറാഴ്ചയ്ക്ക് നീ ഡേവിഡിനെ പോലുള്ള ആരും ഇങ്ങോട്ട് വരരുത്. തമ്പി പറഞ്ഞു, ഇത്തവണ ഞാൻ അങ്ങോട്ട് വിടണത് നമ്മുടെ മാണിക്കിനെയാ. ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരു കാര്യം, താൻ കൊല്ലാൻ പോണത് ഉഗ്രവിഷമുള്ള ഒരു രാജവെമ്പാലയാ. സൂക്ഷിക്കണം പണിക്കരെ. ചത്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ മാണിക്യത്തെ ഏൽപ്പിക്കാവൂ. പണിക്കർ നീട്ടിമൂളി. ആംബുലൻസ് മെന്റൽ ഹോസ്പിറ്റലിന്റെ മുന്നിലെത്തി. സെക്യൂരിറ്റി ഗാർഡുകളാണ് ആദ്യം ഓടി വന്നത്. പിന്നാലെ അറ്റൻഡർമാരും എത്തി. അവർ രുക്മണിയെ വലിച്ചു പുറത്തേക്ക് ഇറക്കി. രുക്മണി വാവിട്ട് കരഞ്ഞു, എന്നെ ഒന്നും ചെയ്യല്ലേ, എനിക്ക് ഭ്രാന്തില്ല, സത്യമായിട്ടും ഭ്രാന്തില്ല, ഭ്രാന്തുണ്ടെന്ന് വെറുതെ പറയണതാ. സെക്യൂരിറ്റി ഗാർഡുകളിൽ ഒരാൾ രുക്മണിയുടെ കാവിൽ അടിച്ചൊന്ന് കൊടുത്തു. ഇനിയും ഒച്ച വെച്ചാ വിവരമറി നീ. ഇത് വേറെ ഒരു ലോക. അത്ര പെട്ടെന്നൊന്നും പുറത്തു കിടക്കാൻ പറ്റില്ല. പറയുന്നതൊക്കെ അനുസരിച്ച് മിണ്ടാണ്ടിരുന്നോളണം. അറ്റൻഡന്മാർ ബലം പ്രയോഗിച്ച് രുക്മിണിയെ മുറിയിലേക്ക് കൊണ്ടുപോയി. അവളെ തനിച്ച് കിട്ടിയപ്പോൾ ഹരിപ്രസാദ് പറഞ്ഞു, നിനക്ക് ഭ്രാന്തില്ലാന്ന് ഞങ്ങൾക്ക് ശരിക്കും അറിയാം രുക്മിണി. നീ വേണ്ടാത്തതൊക്കെ വിളിച്ചു പറയാണ്ടിരിക്കാനാ ഇങ്ങനൊരു നാടകം. ശ്രീധരൻ കുറെ കാലം കൂടി ജീവിച്ചിരിക്കണമെന്ന് നിനക്ക് മോഹമുണ്ടെങ്കിൽ തമ്പിക്കെതിരെ ഒരു വാക്ക് പോലും നാവീന്ന് വീഴരുത്. ഇപ്പോഴവൻ തനിച്ചല്ല, താലി കെട്ടിയ പെണ്ണും കൂടെ ഉണ്ട്. അവളെ വിധവയാക്കരുത്. ഹരിപ്രസാദ് പുറത്തു കടന്ന് വാതിലടച്ചു. നിസ്സഹായായി രുക്മണി കണ്ണീരൊഴുക്കി. ഹരിപ്രസാദ് ഹോസ്പിറ്റലിൽ സൂപ്രണ്ട് രമാകാന്തന്റെ മുറിയിലെത്തി. അവിടെ അസ്വസ്ഥനായി തളർന്നിരിക്കുകയായിരുന്നു അയാൾ. ഹരിപ്രസാദ് പറഞ്ഞു, സൂക്ഷിക്കണം. തീയ അവളുടെ മനസ്സ് നിറച്ച്. തരം കിട്ടിയാൽ ആരെ കൊന്നിട്ടായാലും രക്ഷപ്പെട്ടു വരും. എപ്പോഴും സെഡേഷൻ കൊടുത്ത് മയക്കി കിടത്തണം. ഷോക്ക് അടിപ്പിച്ചാലും കുഴപ്പമില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വിസിറ്റേഴ്സ് ആരും വേണ്ട. ചിലപ്പോ മോനാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീധരൻ എന്നൊരു ബാസ്റ്റഡ് വന്നു വരും. അലോ ചെയ്യണ്ട. രമാകാന്തൻ ഭീതിയോട് ചോദിച്ചു, വല്ല കുഴപ്പമുണ്ടാവോ? CM ഇടപെട്ട കേസാ, പിന്നെന്തു കുഴപ്പം? ഹരിപ്രസാദ് പോക്കറ്റിൽ നിന്ന് ഒരു കവർ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. മാധവൻ തമ്പി ഒപ്പിട്ട ബ്ലാങ്ക് ചെക്ക. ഇഷ്ടമുള്ള തുക എഴുതിയെടുക്കാം. രമാകാന്തൻ കവർ തുറന്ന് ചെക്ക് പുറത്തെടുത്തു. അയാളുടെ മുഖം വിടർന്നു. ഇത് മാത്രം പോരാ, എന്ത് പ്രശ്നമുണ്ടായാലും കൂടെ നിൽക്കണം. ആദ്യമായിട്ടാ ഞാൻ എന്റെ പ്രൊഫഷനെ വഞ്ചിക്കുന്നത്. പക്ഷേ CMനെ പിണക്കാൻ പറ്റില്ലല്ലോ. ഹരിപ്രസാദ് പുഞ്ചിരിച്ചു. സന്ധ്യയ്ക്ക് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പതിവ് പോലെ പ്രാർത്ഥിക്കുകയായിരുന്നു പിഷാരടി. അപ്പോഴാണ് പുറത്ത് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. പ്രാർത്ഥന പൂർത്തിയാക്കി അയാൾ വാതിൽ തുറന്നു. വലിഞ്ഞു മുറുകിയ മുഖവുമായി അവിടെ അർജുൻ നിൽക്കുന്നത് അയാൾ കണ്ടു. ഒന്നും സംഭവിക്കാത്തതുപോലെ പിഷാരടി ചോദിച്ചു, ഇപ്പോഴെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഉരുളയ്ക്കുപ്പേരി പോലെയായിരുന്നു മറുപടി. ഈ മുഖം നേരിൽ കണ്ട് സായുജ്യമടയാൻ. പിഷാരടിക്ക് ദേഷ്യം വന്നു. ഇങ്ങനെയല്ല ഒരു SP മുഖ്യമന്ത്രിയോട് സംസാരിക്കേണ്ടത്. അത് യൂണിഫോമിലായാലേ. മരിച്ചുപോയ ഭാസ്കർ മേനോന്റെ മകനായിട്ടാ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത്. എന്താ നിനക്ക് വേണ്ടത്? ഫോണിൽ കേട്ട ശബ്ദം നിങ്ങളുടേത് തന്നെയാണെന്ന് എനിക്കറിയണം. അറിയാനൊന്നുമില്ല, ഞാൻ തന്നെയാ നിന്നെ വിളിച്ചത്. എങ്കിൽ ഇനി എനിക്കറിയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം. ആ പാവ സ്ത്രീയെ എന്തിനാ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്? പിഷാരടിയുടെ ശബ്ദം കനത്തു. അവക്ക് ഭ്രാന്തായിട്ട്. ആരാ അങ്ങനെ പറഞ്ഞു തന്നത്? തമ്പിയാണോ? ആരായാൽ നിനക്കെന്താ? നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. അത് കേട്ട് ഞാനും വിശ്വസിച്ചു. അടുത്തറിഞ്ഞപ്പോ കൂടുതൽ സ്നേഹിച്ചു. പക്ഷേ വിശ്വരൂപം കണ്ടത് ഇപ്പോഴല്ലേ. പിഷാരടി അകത്ത് കടന്ന് വാതിലടച്ചു. അർജുന്റെ കണ്ണുകളിൽ തീയാളി. അധികാരത്തിൽ അള്ളി പിടിച്ചിരിക്കാനുള്ള കൊതി കൊണ്ടാണ് നിങ്ങളൊരു പാവം സ്ത്രീയെ ഭ്രാന്തിയാക്കി മുദ്രകുത്തിയതെങ്കിൽ അത് തെറ്റായിരുന്നു എന്ന് പഠിപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകൂ. അർജുന്റെ കാർ നേരെ പോയത് സ്റ്റാർ ആൻഡ് സ്റ്റൈൽ എന്ന പേരുള്ള ശാസ്തമംഗലത്തിലെ തയ്യക്കടയിലേക്കാണ്. അവിടെ കൗണ്ടറിൽ കറുത്തു മെലിഞ്ഞ ഒരാളുണ്ടായിരുന്നു. അർജുൻ ഐഡന്റിറ്റി കാർഡ് എടുത്ത് അയാളെ കാണിച്ചു. എന്താ പേര്? മാർട്ടിൻ. എനിക്ക് ചില സത്യങ്ങൾ അറിയണം. ചോദിച്ചോളൂ സർ. അർജുൻ പോക്കറ്റിൽ നിന്ന് ഒരു പൊതി എടുത്തു തുറന്നു. മാർട്ടിൻ ആകാംക്ഷയോടെ അതിലേക്ക് നോക്കി. ഷർട്ടിന്റെ കോളറിൽ തയ്ച്ചു ചേർക്കാനുള്ള ഒരു എബ്ലമായിരുന്നു പൊതിയിൽ. മാർട്ടിന്റെ മുഖം വിളറി. അർജുൻ അയാളെ നോക്കി. ആരുടെ ഷർട്ടിലാ ഈ എബ്ലം പിടിപ്പിച്ചത് എന്ന് പറയാൻ പറ്റില്ല എന്നറിയാം. എന്നാലും കൊല്ലപ്പെട്ടയാൾക്ക് നിങ്ങളൊരു ഷർട്ട് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. മാർട്ടിൻ പേടിയോടെ പറഞ്ഞു. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല സർ. ഇതെന്റെ വയറ്റുപിഴപ്പാ. ഷർട്ടും പാൻസും ഒക്കെ തയ്ക്കണമെന്നും പറഞ്ഞ് പലരും വരും. ചിലരൊക്കെ പരിചയമുണ്ടെന്നല്ലാതെ.
അപ്പോഴേക്കും അർജുൻ മറ്റൊരു പൊതി പുറത്തെടുത്തിരുന്നു. അതിലൊരു മോതിരമുണ്ടായിരുന്നു. ഈ മോതിരത്തിൽ മോളി എന്ന പേര് കുത്തിയിട്ടുണ്ട്. ഇവിടെ ഷർട്ട് തയ്പ്പിച്ചുള്ള ആരുടെ ഭാര്യ? മോളി. മാർട്ടിൻ കുറെ നേരം ആലോചിച്ചു നിന്നു. പിന്നെ അകത്തേക്ക് നോക്കി വിളിച്ചു, കുഞ്ഞുമോനെ. വെളുത്ത ഒരു ചെറുപ്പക്കാരൻ പുറത്തു വന്നു. നമ്മുടെ റോയിച്ചന്റെ കെട്ടുകളുടെ പേരെന്താടാ? മോളിന്നെങ്ങാനുമാണോ? കുഞ്ഞുമോൻ പറഞ്ഞു. അതെ മുതലാളി. അർജുൻ ചോദിച്ചു, ആരെ ഈ റോയിച്ചൻ? വനം മന്ത്രി പണിക്കരുടെ ഗൺമാന. കാറ് തമ്പാനൂരിലുള്ള അമ്മു ടൂറിസ്റ്റ് ഹോമിലെത്തി. അവിടെ ശ്രീധരൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആകാംക്ഷയോടെ അയാൾ ചോദിച്ചു, എന്തായി സർ? അർജുൻ പറഞ്ഞു, ഇനി നിന്റെ ഊഴം. ഹോസ്പിറ്റലിൽ ഡോക്ടർ രമാകാന്തൻ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ മയക്കത്തിനിടയിലും രുക്മണി ഒന്ന് പിടഞ്ഞു. അവ്യക്തമായി അവൾ പറഞ്ഞു, ആരോടും ഒന്നും പറയില്ല. എന്റെ എന്റെ മോനെ കൊല്ലരുത്. അപ്പോൾ രമാകാന്തിന്റെ പിന്നിൽ നിന്നും പിഷാരടി മെല്ലെ അകത്തേക്ക് വന്നു. നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതിരിക്കാൻ വേണ്ടി അയാൾ ടവലെടുത്ത് മുഖം അമർത്തി തുടച്ചു. കണ്ണുകളോടൊപ്പം പിഷാരടിയുടെ മനസ്സും പൊടുന്നനെ ഈറനായി. അടുത്തു ചെന്ന് അയാൾ അവളുടെ കയ്യിൽ മെല്ലെ തൊട്ടു. വീണ്ടും ഞരക്കം. രമാകാന്തൻ പറഞ്ഞു, സാർ പേടിക്കണ്ട, ഇനി അവള് ഒരു ഉപദ്രവം ചെയ്യില്ല, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ആ നിമിഷം പിഷാരയുടെ മനസ്സ് ശബ്ദിച്ചു, ഒരിക്കലല്ല പലവട്ടം മാപ്പ്. രുക്മണി അതറിഞ്ഞില്ല. ഇടി മുഴങ്ങിയതുപോലെ സ്വീകരണ മുറിയിലെ പഴയ ക്ലോക്ക് ശബ്ദിച്ചു. പണിക്കരുടെ നെഞ്ചിൽ ഒരു ഉൽക്ക വീണ് ചിതറി. ലൈറ്റ് ഇടാതെ അയാൾ പുറത്തു കടന്നു. സ്വീകരണ മുറിയിൽ സീറോ ബൾബിന്റെ അരണ്ട വെളിച്ചമുണ്ടായിരുന്നു. ഭൈരവന്റെ മുറിയുടെ മുന്നിലെത്തി അയാൾ ഒരു നിമിഷം അനങ്ങാതെ നിന്നു. പണിക്കർ ശബ്ദമുണ്ടാക്കാതെ താക്കോലെടുത്ത് കീ ഹോളിലിട്ട് മെല്ലെ തിരിച്ചു. പിന്നെ വാതിൽ തുറന്ന് അരണ്ട വെളിച്ചത്തിൽ ഒഴിഞ്ഞ 3 മദ്യക്കുപ്പികളാണ് അയാൾ ആദ്യം കണ്ടത്. ഭൈരവൻ കസേരയിൽ കഴുത്തൊടിഞ്ഞതുപോലെ മുകളിലേക്ക് നോക്കി കിടക്കുന്നുണ്ടായിരുന്നു. മദ്യം അയാളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു എന്നുറപ്പായപ്പോൾ പണിക്കർ അടുത്തു ചെന്നു. ടീപ്പോയിലുണ്ടായിരുന്ന പിസ്റ്റൾ എടുത്ത് അയാൾ മാറ്റിവെച്ചു. പിന്നെ താഴ്ന്ന ശബ്ദത്തിൽ വിളിച്ചു, ഭൈരവ. ഉറക്കത്തിനിടയിൽ എന്ന പോലെ അപ്പോൾ ഒരു നേർത്ത മൂളൽ കേട്ടു. ഒരു വട്ടം കൂടി പണിക്കർ വിളിച്ചു, ഭൈരവ. അനക്കമില്ല, ശബ്ദമില്ല. ഉറഞ്ഞ നിശബ്ദതയിൽ പണിക്കരുടെ ശ്വാസോച്ഛ്വാസം ക്രമം വിട്ടുയർന്നു. ഇനി വൈകിക്കൂടാ. കാലടി ഒച്ച പോലും കേൾപ്പിക്കാതെ അയാൾ ഭൈരവന്റെ പിന്നിലെത്തി. ഒരു നിമിഷാർദ്ധം. ജുബയുടെ പോക്കറ്റിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കയറെടുത്ത് പണിക്കർ ഭൈരവന്റെ കഴുത്തിലിട്ടു. അതൊരു കുരുക്കായി. ഭൈരവൻ ഒന്ന് പിടഞ്ഞു. പണിക്കർ കുരുക്കു മുറുക്കി. പെട്ടെന്ന് ഇടിമുഴങ്ങിയതുപോലെ ഒരലർച്ച കേട്ടു. ഒപ്പം വാരിയലിന് നേരെ മിന്നൽ പോലെ ഒരിടിയും. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പിന്നോട്ട് മറിയുമ്പോൾ കസരയിൽ നിന്നും ഭൈരവൻ പിടഞ്ഞെഴുന്നേൽക്കുന്നത് പണിക്കർ കണ്ടു. എന്താണ് സംഭവിച്ചതെന്ന് ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല. അതിനു മുമ്പ് കാൽ തൊണ്ടക്കുഴിയിൽ അമർത്തിവെച്ച് ഭൈരവൻ ഗർജിച്ചു, മിണ്ടരുത്. പിടിച്ചു നിർത്തിയതുപോലെ പണിക്കരുടെ നിലവിളി നിന്നു. പ്രേതത്തെ പോലെ പല്ലിളിച്ചുകൊണ്ട് ഭൈരവൻ പറഞ്ഞു, പതിവില്ലാതെയുള്ള നിന്റെ സൽക്കാരവും അമിതമായുള്ള സ്നേഹപ്രകടനവും കണ്ടപ്പോ മനസ്സ് താക്കീത് തന്നു. അതുകൊണ്ടാ മുൻകരുതലെടുത്ത് കാത്തിരുന്നത്. നീ തന്ന മദ്യം മുഴുവനും ഞാൻ വാഷ് ബേസിൽ ഒഴിച്ചു. അയാൾ പണിക്കരെ പൊക്കിയെടുത്ത് കസേരയിലേക്ക് ഇട്ടു. പണിക്കരുടെ കണ്ണുകളിൽ അപ്പോൾ ഇരുട്ടായിരുന്നു. ഇത്രയും നാൾ സുഖത്തിനും ദുഃഖത്തിലും ഒരുപോലെ പങ്കാളികളായിരുന്നു നമ്മൾ 3 പേരും. ഇപ്പോ ആ ഉടമ്പടി തെറ്റി. ഇനി അങ്ങോട്ട് ഈ ഭൈരവൻ തനിച്ചു മതി. അയാൾ തറയിൽ നിന്നും പ്ലാസ്റ്റിക് കയറെടുത്തു. പണിക്കർ ആലില പോലെ വിറച്ചു. കുനിഞ്ഞ് പണിക്കരുടെ കഴുത്തിൽ മൃദുവായി വിരലമർത്തിക്കൊണ്ട് ഭൈരവൻ ചോദിച്ചു, ആരാടോ തനിക്ക് ബുദ്ധി പറഞ്ഞു തന്നത്? തമ്പിയാണോ? കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണ് ഭൈരവന്റെ മനസ്സിലെന്ന് പണിക്കർ അറിഞ്ഞു. പെട്ടെന്ന് പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ വീണു. പാമ്പിനെ പോലെ ചുറ്റി. കുരുക്ക് മുറുകാൻ തുടങ്ങിയപ്പോൾ പണിക്കർ ഉറക്കെ നിലവിളിച്ചു, ആരാ പണിക്കരെ എന്നെ കൊല്ലാൻ പറഞ്ഞു തന്നത്? അറിയാതെ പണിക്കരുടെ ചുണ്ടുകൾ അനങ്ങി. തമ്പി. എന്തിന്? അത് പിന്നെ തെളിവുകൾ പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഭൈരവന്റെ ശബ്ദത്തിന് തീ പിടിച്ചു. എന്നെ കൊന്നിട്ട് സ്വസ്ഥമായി ജീവിക്കാമെന്ന് ആ തന്തയ്ക്ക് പറക്കാത്തവൻ സ്വപ്നം കാണണ്ടാവൂ ഇപ്പോ. വിളിച്ചു പറയാം അവനോട്, നീ ചാവാൻ പോവുകയാണെന്ന്. കൊന്നിട്ട് ഭൈരവൻ അങ്ങോട്ട് വരുന്ന. ആയാസപ്പെട്ട് അയാൾ തമ്പിയുടെ നമ്പർ ഡയൽ ചെയ്തു. അങ്ങേ തലക്കിൽ നിന്ന് തമ്പി ചോദിച്ചു, എന്താ പണിക്കരെ? മുള ചീന്തിയതുപോലെയുള്ള നിലവിളിയായിരുന്നു മറുപടി. അയാളുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി ഭൈരവൻ ഗർജിച്ചു, നിനക്കെന്റെ ശവം വേണം അല്ലടാ കൊഴുവയുടെ മോനെ? തരാമല്ലോ. വേഗം ഇങ്ങോട്ടൊരു കാർ അയക്ക്. കാര്യം പന്തിയല്ലെന്ന് മനസ്സിലായിട്ടും ശബ്ദം കഴിയുന്നത്ര മയപ്പെടുത്തി തമ്പി ചോദിച്ചു, എന്താ ഭൈരവ, എന്തു പറ്റി നിനക്ക്? അവിടെ കുഴപ്പം വല്ലതും ഉണ്ടോ? ഭ്രാന്ത് പിടിച്ചതുപോലെ ഭൈരവൻ അലറി വിളിച്ചു, അഭിനയിക്കണ്ട.
പണിക്കരെ മാത്രമല്ല നിന്നെ എനിക്ക് വേണം. അതിരു കടന്ന ആത്മവിശ്വാസം വേണ്ട. എവിടെയായാലും തേടി വരും ഞാൻ. ഇപ്പോ ഈ ഫോണിലൂടെ കൂട്ടുകാരന്റെ നിലവിളി കേട്ടോ. ഫോൺ ഓഫ് ചെയ്യാതെ ഭൈരവൻ കിടക്കയിലേക്കിട്ടു. പണിക്കർ പേടിയോടെ നിലവിളിച്ചു. അരുത്, അരുത് ഭൈരവ, കൊല്ലരുത്. എന്ത് വേണമെങ്കിലും ഞാൻ തരാം നിനക്ക്. പകരം ജീവൻ മാത്രം മതി എനിക്ക്. ഭൈരവൻ വീണ്ടും പ്ലാസ്റ്റിക് കയർ പണിക്കരുടെ കഴുത്തിലിട്ടു. പിന്നിൽ നിന്ന് കുത്തുന്നവർക്ക് ഭൈരവൻ ഒരു കാലത്തും മാപ്പ് കൊടുക്കില്ല. നിനക്ക് ഞാൻ മാപ്പ് തരില്ല പണിക്കരെ. തൊണ്ട പൊട്ടുമാറ് അലറിക്കറി. നിന്റെ നിലവിളി സെൽഫോണിലൂടെ ആ കള്ള നായിന്റെ അമ്മ കേക്കട്ടെ. പണിക്കർ ഉറക്കെ നിലവിളിച്ചു. ആ നിമിഷം കോളിംഗ് ബെൽ ശബ്ദിച്ചു. പിടിച്ചു നിർത്തിയതുപോലെ പണിക്കരുടെ നിലവിളി നിന്നു. അയാൾ ആശയോടെ പുറത്തെ വാതിലിന് നേരെ നോക്കി. രക്ഷിക്കണേ! ഭൈരവന്റെ മുഖമിരുണ്ടു. കണ്ണുകൾ ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, എങ്കിൽ ആദ്യം അവൻ. ഭൈരവൻ പ്ലാസ്റ്റിക് കയർ വലിച്ചെറിഞ്ഞ് പിസ്റ്റൾ എടുത്തു. അയാൾ പണിക്കർക്ക് ഒരു ചവിട്ട് കൊടുത്തു. കസേരയോടൊപ്പം പണിക്കർ ഫ്ലോറിലേക്ക് മലർന്നു. ഭൈരവൻ പുറത്തു കിടന്ന് പ്രൈവറ്റ് റൂമിന്റെ വാതിലടച്ച് തഴുതിട്ടു. പിസ്റ്റൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ ഹാളിലേക്ക് ചെന്നു. അപ്പോഴും ബെൽ തുടരെ മുഴങ്ങുന്നുണ്ടായിരുന്നു. വാതിലിനടുത്തെത്തി ഭൈരവൻ ശബ്ദമില്ലാതെ ബോട്ട് നീക്കി. പിന്നെ വാതിലിന്റെ ഒരു പാളി മെല്ലെ തുറന്ന് പിന്നിലേക്ക് ഒതുങ്ങി. കനത്ത ചുവടുകളുമായി വാതിൽ തള്ളി തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നു. ആക്രോശിക്കുന്നത് പോലെ അയാൾ വിളിച്ചു, പണിക്കർ സാറേ! അത് ശ്രീധരനാണെന്ന് ഞൊടിയിടയ്ക്കുള്ളിൽ ഭൈരവന് മനസ്സിലായി. അയാളുടെ ചുണ്ടിൽ ക്രൂരമായ ഒരു ചിരി വിടർന്നു. ഒരു വട്ടം കൂടി ശ്രീധരൻ വിളിച്ചു, പണിക്കർ സാറേ! ഒരു ശബ്ദവും കേൾക്കാതായപ്പോൾ അയാൾക്ക് അത്ഭുതമായി. ഗേറ്റിന് മുന്നിലുള്ള പോലീസുകാരല്ലാതെ ഫ്ലവർ ഹൗസിൽ ആരുമില്ല. വനമാഫിയയുടെ ഭീഷണിയുള്ളതുകൊണ്ട് പണിക്കർ മറ്റെങ്ങോട്ടെങ്കിലും താമസം മാറ്റിയോ എന്നയാൾ സംശയിച്ചു. ആശങ്കയോടെയാണ് അയാൾ അടച്ചിട്ടിരുന്ന പ്രൈവറ്റ് റൂമിന് നേരെ നടന്നത്. അവിടെ എത്തിയതേയുള്ളൂ. പെട്ടെന്ന് മുന്നിലെ വാതിൽ ആരോ അടച്ചു തഴുതിട്ടു. ശ്രീധരൻ ഞെട്ടിത്തിരിഞ്ഞു. നെഞ്ചിനു നേരെ അപ്പോൾ ഒരു പിസ്റ്റൾ ഉണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ ക്രൂരമായി ചിരിക്കുന്ന ഒരു മുഖം. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ വിമർശനങ്ങളും. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.